ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അടുത്ത പദം ദൈവം വിശ്വസ്തൻ. അടുത്തത് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. ഈ ഏതാ ദൈവം? സത്യദൈവം. അതാരാ? യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രമാണ് ഏകദൈവം. വിശ്വാസമില്ലെന്ന് തോന്നുന്നു. അത് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടാ ഗ്ലോറി പറഞ്ഞു. അവിടുന്ന് സത്യദൈവവും നിത്യദൈവവും ഏകദൈവവും സാക്ഷാൽ ദൈവമാണ്. തോമസ് പറഞ്ഞ പദം നമുക്കറിയാം. എൻ്റെ കർത്താവും എൻ്റെ ഗുരുവുമായുള്ള സ്തോത്രം. എൻ്റെ കർത്താവും എൻ്റെ ഗുരുവും. വേറൊരു ഭാഗത്ത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. അവിടുന്ന് ഏക ദൈവമാണ്. പൗലോസ് കൊടുത്തിരിക്കുന്ന പദം നിങ്ങൾക്കെല്ലാം മനപ്പാടാം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. ക്രിസ്തുയേശുവിൻ്റെ തിരുപ്പിറവിക്ക് മുൻപ്, അവിടുന്ന് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് 100 കൊല്ലം മുമ്പ് പ്രവാചകൻ ആത്മാവിൽ ദർശിച്ച പ്രവചന ദൂത് നമുക്കെല്ലാം മനപാഠമാ. യെശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം. യേശുക്രിസ്തു ഏക ദൈവമാണ്. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവത്തെ പറ്റിയാണ് പൗലോസ് ഓർപ്പിക്കുക. ആ ദൈവം നമുക്ക് പോക്കുവഴി ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് വന്നിരിക്കുന്നെങ്കിൽ തൊടുകൈക്ക് പറയാം, ആത്മഹത്യ പരിഹാരമല്ല, മന്ത്രം ചെയ്യുന്നത് പരിഹാരമല്ല, കൂടോത്രം വെക്കുന്നതൊന്നും പരിഹാരം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ചൈത്രദോഷമാണെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടരുത്. അന്തംബിന്ദു വലിയ ഞങ്ങളുടെ സഭയിലൊരു അമ്മയുണ്ട്, കോട്ടാലി അമ്മ. അമ്മ പറയുമ്പോൾ ഇങ്ങനെ അന്തംബിന്ദു ഒന്നും പറയരുതെന്ന്, അമ്മയുടെ ഭാഷയാണ്. അത് ഞാനങ്ങ് കടമെടുക്കുക. അന്തംബിന്ദം പറഞ്ഞ് നീ നടക്കരുത്. പരിഹാരം യേശുവിലുണ്ട്. യേശുക്രിസ്തുവിൽ കൂടി സകല വിഷയത്തിനും അവിടുന്ന് പരിഹാരം തരും. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ, പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ, വെള്ളോട്ടുല തന്നിൽ കാറ്റി പഴുപ്പിച്ച വെള്ള കുതിര പുറത്തേറിവായും പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ, പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളോട്ടുള്ള തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ള കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ
പരമപുരുഷൻ നമ്മുടെ നടുവിലുണ്ട്. പണ്ട് എഴുത്തച്ഛൻ്റെ 24 വൃത്തത്തിനകത്തൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ഇങ്ങനെ: ഉത്തമ പുരാണ പുരുഷന്റെ ചരിതമെന്ന്. വേറെ ആശയത്തിലാണ് പറഞ്ഞത്. ഉത്തമ പുരുഷന്റെ ചരിത്രം, ഉത്തമമിത് ആദിലക നായക ചരിത്രമെന്ന്. അപ്പോൾ ഉത്തമനായ ഉത്തമോത്തമനായ സാക്ഷാൽ പുരുഷൻ കർത്താവാകുന്ന യേശുക്രിസ്തുവാണ്. ആ കർത്താവ് ഇന്ന് രാത്രി നടുവിലുണ്ട്. ആ കർത്താവിൽ കൂടി പൗലോസ് ഓർപ്പിക്കുകയാ, പരീക്ഷയോടുകൂടെ നമുക്ക് പോക്കുവെടിയുണ്ട്. സ്തോത്രം. ചികിത്സക ചെയ്തിട്ട് ഭേദം വരാത്ത രോഗമായിരിക്കാം. വൈദ്യശാസ്ത്രം ചിലപ്പോൾ രക്ഷപ്പെടുകയെന്നൊക്കെ വിധിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ യേശുവിൽ പരിഹാരമുണ്ട്. ലോകം മുഴുവൻ വിധി എഴുതി കാണും, നീ ഇനി രക്ഷപ്പെടുകയല്ലെന്ന്. നിരാശപ്പെടരുത്, യേശു നിനക്ക് പോക്കുവഴി ഉണ്ടാക്കി തരും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം, തള്ളിക്കളഞ്ഞെന്ന് വരാം. ആമേൻ. ചിലതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും കൂടെ പറയുന്നത്. നിരാശപ്പെട്ടു പോകരുത്, മുട്ടയിലിരിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കുന്ന, രക്ഷിക്കുന്ന, വിടിവിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അത് നസറായനാകുന്ന യേശുക്രിസ്തുവാ. ആ കർത്താവ് ഇന്ന് രാത്രി യേശുവിൻ്റെ അടുക്കൽ ഇങ്ങ് വന്നാൽ മതി. സ്തോത്രം. അവരെന്തോ പറയും, ഇവരെന്തോ പറയും, കുടുംബക്കാരെന്തോ പറയും, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ വിഷയമാക്കിയിരിക്കുന്ന ആൾക്കാർ പിന്നെയും വിഷയത്തിലോട്ട് പോവുകയുള്ളൂ. ഈ കവി പണ്ട് പറഞ്ഞിരിക്കുന്നത്, സംസാരമാം സാഗരത്തിൽ അംശാന്തം മുങ്ങലാസകയെന്ന്. അത്ര മുങ്ങാവുള്ളൂ. സംസാരമാകുന്ന ഈ സാഗരത്തിൽ അംശാന്തം മുങ്ങലാസകേ. അപ്പം ഇത് വല്ലാത്തൊരു സാഗരമാണ്. അപ്പം ഇതിനകത്ത് നീ മുങ്ങി നശിച്ചു പോകാൻ യേശു അനുവദിക്കുകയല്ല. നിന്നെ രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, പോക്കുവെടി ഉണ്ടാക്കുന്ന നസറായൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ എപ്പോഴും പറയും, ഈ വചനം പ്രസംഗി പറയും, ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി നല്ല അവസരം ദൈവം നിനക്ക് തരിക. രക്ഷിക്കപ്പെടാൻ നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക. അന്നേരം നീ കുടുംബത്തിൻ്റെ മഹിമയും, ഞങ്ങൾ ഏത് കുടുംബം, റാന്നിയിലെ ആരായാലും ആയിക്കോട്ടെ, യേശുവിനെ രക്ഷിതാവി സ്വീകരിച്ചില്ലേ തോമാച്ചാ, നീ നരകത്തിൽ പോവും. ഞാൻ റാന്നിയിലെ ആളാണ്, ഞാൻ വയല ഇടുക്കുള്ളയുടെ ബന്ധമാണെന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ വില പോവുകയല്ല. മനസ്സിലായോ? മനസ്സിലായില്ല. ഇവിടുത്തെ പ്രധാന കുടുംബമല്ലേ വയല, ഇല്ലേ? സ്വർഗത്തിൽ പോകണേ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടേ ഒക്കുള്ളൂ. ഞാൻ മേനാന്തോട്ടത്തിലാന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കുകയല്ല. സ്വർഗത്തിൽ പോകണേ രക്ഷിക്കപ്പെടണം. അവിടെ അവർ തോമാച്ചാൻ രക്ഷിക്കപ്പെട്ടതായിരുന്നു മേനാന്തോട്ടത്തിൽ. സ്തോത്രം. സ്വർഗത്തിൽ പോകണേ രക്ഷിക്കപ്പെടണം. കുടുംബമഹിമയും പറഞ്ഞിരുന്നാലൊന്നും പോക്ക് നടക്കുകയില്ല. കുടുംബത്തെ ഇകഴ്ത്തി പറഞ്ഞതല്ല, കുടുംബമൊക്കെ നല്ലതാ. പക്ഷേ സ്വർഗത്തിൽ പോകണേ രക്ഷിക്കപ്പെടണം. കുരിശുമൂട്ടിലാന്ന് പറഞ്ഞാലൊന്നും മേപ്പോട്ട് പോക്ക് നടക്കുകയില്ല. നീ സ്വർഗത്തിൽ പോകണേ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശുക്രിസ്തു മാത്രം. 5 പൈസയും കൊടുക്കണ്ട, അര കാശും മുടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും ഇവിടെ കൊണ്ട് തിരുമുൽക്കാഴ്ചയും വെക്കണ്ട, ഒന്നും വേണ്ട. എന്നെ അങ്ങ് കൊടുത്താൽ മതി. ഇത് നല്ല അവസരം ദൈവം തന്നിരിക്കുക. സ്തോത്രം. നാളെ നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവം നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, നാളെ ഞാൻ ഇന്ന പട്ടണത്തിൽ ചെന്ന് ഇന്ന കാര്യമൊക്കെ ചെയ്യുമെന്ന് വീമ്പ് പറയരുത്. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അത്ര തന്നെ. പിന്നെ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അതിനാ ഞാൻ പറഞ്ഞ വരാം, വാക്യം വായിക്കാൻ പറഞ്ഞ കണ്ടോ. വായിച്ചു. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ആവി പോലെ മനുഷ്യ ജീവിതം. പിന്നെ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന്, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയാം. അങ്ങനെയൊക്കെ പറയാവുള്ളൂ. അവിടുന്ന് അനുവദിച്ചാൽ, അവിടുന്ന് സമ്മതിച്ചാൽ. നമ്മുടെ ആൾക്കാർ തന്നെ ചെല്ല് പറഞ്ഞു കേട്ടല്ലോ, എപ്പോൾ കാണാം? പിന്നെ നാളെ കാണാം. ചെല്ല് പിന്നെ നമ്മൾ ഒരു വിശ്വാസത്താൽ അങ്ങ് പറയുന്നതാ. ഒരു നിങ്ങൾ യോജിക്കുമെന്നറിയത്തില്ല. സാധാരണ പറയേണ്ട വിധം പറയാം. ദൈവമക്കൾ എപ്പോൾ കാണാം? ദൈവം അനുവദിച്ചാൽ നാളെ കാണാം. എല്ലാം ക്രമീകരിച്ച് ഉറങ്ങിക്കിടന്ന ആൾക്കാർ അല്ലയോ അടിച്ചു തൂത്ത് കൊണ്ടുപോയത്. നമുക്ക് സങ്കടമാണ്. അല്ല, ഞാൻ ഇനി മറുവശം പറയാം. ഇതെല്ലാം ആയിട്ടും അഹങ്കാരം കുറയുന്നുണ്ടോ മനുഷ്യൻ്റെ? ഉണ്ടോ? ഇല്ല. അല്ല, റാന്തി ആയതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കാം. പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. പണ്ട് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആൾക്കാരുണ്ട്. ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, യോഗം കഴിയുമ്പോൾ ആ തോന്നലങ്ങ് മാറ്റിയച്ച എന്നെ വിടാവൂ. അല്ല, ചിലർക്ക് അങ്ങനെ ഉണ്ട്. ഒരു യോഗത്തിന് ചെന്നപ്പോൾ ഞാൻ പേരും സ്ഥലവും വീട്ടുപേരും ഒന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, പലരുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇല്ല, ഒരമ്മയോട് ചോദിച്ചു, അവരേതാന്ന് ചോദിച്ചു.
ഉണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഭാഷ അതുപോലെ പറയാം, ഞാൻ പറഞ്ഞതല്ല, ഇല്ല തള്ള പറഞ്ഞതാ, ഞാൻ പറഞ്ഞ എൻ്റെ കൊങ്ങായിക്ക് പിടിക്കാം. ഈ കട്ട് ചെയ്യുന്ന വീരന്മാരുണ്ട്, ഇപ്പോൾ ഒത്തിരി പണിയില്ലാത്ത ഒത്തിരി എണ്ണം പെരക്കാത്തിരുമുണ്ട്. ഇച്ചിരി കട്ട് ചെയ്ത് നമുക്കിട്ട് ആ പഠിക്കുക. അപ്പം കട്ട് ചെയ്യുന്നവരോട് പറയാം, നീ ഇടുകയാണെങ്കിൽ മൊത്തം ഇട്ടോണം, അല്പം ഇട്ട് ദോഷം ഒപ്പിച്ച് വെക്കരുത്. അപ്പം ഞാൻ ചോദിച്ചു അതാരാണോ തള്ള പറഞ്ഞത്? അതുപോലെ ഞാൻ പറഞ്ഞതല്ലേ, അവർ പറഞ്ഞതാ. പറയാ അതേ മരക്കാന്മാർ മാർഗത്തിൽ വന്നതാണ്, ചിരിക്കാൻ പറഞ്ഞതല്ല, അങ്ങനെ തന്നെയാ പറഞ്ഞേ, മരക്കാന്മാർ ഈ മാർഗത്തിൽ വന്നതാണ്. ഞാൻ കൊച്ചമ്മ ഞങ്ങൾ ഞാൻ വിവരിക്കുന്നില്ല, ഞാനതിങ്ങനെ എപ്പോഴും മിക്കപ്പോഴും ഓർക്കും, ഇവർ എല്ലാം പെന്തിക്കോസാ. അധിക നാൾ കഴിഞ്ഞില്ല, ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം, വെള്ളം പൊങ്ങി അങ്ങേയറ്റം പറ്റി റാന്നിയിലെ ടൗണും എല്ലാം വെള്ളത്തിൽ മുങ്ങി. അനത്തടത്ത് വെള്ളം കയറിയില്ലെന്നാണ് തോന്നുന്നത്, ഇല്ലയോ? ആ, ഇവിടെ ഉരുളായിരിക്കും വരുന്നത്. അപ്പം വെള്ളം പൊങ്ങി അങ്ങേയറ്റം പൊങ്ങിയപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ ആശയത്തിലെടുക്കണം. ഈ തള്ള സഹിതം പറഞ്ഞതാ മരക്കാന്മാർ മാർഗത്തിൽ വന്നതാണ്, വേറെ കാര്യത്തിൽ. പക്ഷെ ഞാൻ എൻ്റെ ഭാഷ പറയാം. ഈ അമ്മ ഏത് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞോ, ആ മാന്യ സഹോദരന്മാർ ജീവൻ പണയം വെച്ച് കൊല്ലത്തിൽ നിന്നുമൊക്കെ ബോട്ടുമായിട്ട് വന്ന് റാന്നിയിലുള്ള ഈ പോത്ത് പോലത്തെ തള്ളയും വള്ളത്തെ കയറ്റി. ഞാൻ പറഞ്ഞ നിങ്ങൾ പറ, നിങ്ങൾ സമാധാനം പറഞ്ഞു വെച്ചാൽ ഞാൻ അടുത്ത പോയിന്റ് പറയുള്ളൂ. നിങ്ങൾ പറ, ഇല്ലേ? ആണെന്ന് അഹങ്കാരം ദൈവം പഠിപ്പിക്കുകയല്ലേ? വെള്ളം തള്ളയുടെ വീടിന്റെ മണ്ട കയറി തള്ള മേളിൽ കയറി ഒരു വായൊന്നും പറഞ്ഞ് അലച്ച് ഒരു കുഞ്ഞുങ്ങളെ രക്ഷിക്കാനില്ലാഞ്ഞപ്പോൾ ഏത് സഹോദരന്മാരെ ആക്ഷേപിച്ചോ അവരറിഞ്ഞില്ല. ആ മാന്യ സഹോദരന്മാര് വള്ളവും പിടിച്ച് ജീവൻ പണയം വെച്ച് റാന്നി വന്ന്, റാന്നി തന്നെയല്ല പല സ്ഥലത്തും, ആറാട്ടുപുഴ റാന്നി വെള്ളം പൊങ്ങിയ സ്ഥലത്തെല്ലാം ഇല്ലേ, വായിച്ചതല്ലേ, കണ്ടതല്ലേ? പറ. അതെ, വന്ന് ഈ ചീമപ്പന്നി പോലുന്ന തള്ളേനെ ഇപ്പൊ അങ്ങനെയൊക്കെയാ പറയാനെ. അല്ല, ഇത് പറഞ്ഞിട്ടും ഗുണമാകുന്നില്ലല്ലോ. എന്നിട്ടും അഹങ്കാരം കുറയുന്നുണ്ടോ? പൗലോസ് പറഞ്ഞൊരു ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഒരു ചുക്കും നടക്കുകയല്ല. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്ക്. ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെട്. നമ്മുടെ അഹങ്കാരവും നെകളവും തൻ്റെടവും തടിമിടുക്കും കുടുംബശ്രേഷ്ഠതയും കായബലവും പൊളിറ്റിക്കൽ ബലവും സാമുദായിക ബലവും ആൾബലവും ഒക്കെ നിർത്തിവെച്ച് ദൈവത്തെ ഭയപ്പെട്. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ആ വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. ഇന്ന് രാത്രി ദൈവസന്നിധി മുഴങ്കാലം അടക്ക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഡംബോടുവാണീണും ധനാഢ്യർ സാധുക്കളായോരും ഡംബോട് വാണീണും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും നമ്മെ ഒരുപോൽ ഈ ലോകം എല്ലാരും നമ്മെ ഒരുപോലെ ഇല്ലാതെ വെളിഞ്ഞിടും. നീ അത് മറക്കാതെ എല്ലാരും നമ്മെ ഒരുപോൽ ഈ ലോകം എല്ലാരും നമ്മെ ഒരുപോലെ ലോകം ഇല്ലാതെ വെളിഞ്ഞിടും. അത് മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. ദൈവത്തിന് മഹത്വം കിട്ടട്ടെ. നമ്മുടെ അഹങ്കാരവും തണ്ടും
തൻ്റെ ഇടമെല്ലാം മാറ്റി ദൈവത്തെ ഭയപ്പെട്. പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലും ഒന്നും അങ്ങ് ചെല്ലുകയല്ല, അതെല്ലാം അങ്ങ് മാറ്റ്. അപ്പൊ ഈ വെള്ളപ്പൊക്കം വന്നിട്ടും പഠിച്ചില്ലല്ലോ. ആ വെള്ളം പൊങ്ങിയപ്പം അന്നേരം അതിന് തർക്കവും ഇല്ല, മുഴുവൻ വെള്ളം. മറ്റേതെന്നും കിളവൻ ഒരു വടിയും പിടിച്ച് അതിരെ പോയി നിൽക്കുക. മനസ്സിലാകുന്നില്ലേ? ഇപ്പൊ ഒരു തർക്കവും ഇല്ലല്ലോ. അല്ല, ഉരുള് പൊട്ടിയെടുത്തും ചിലപ്പം അതിര് തർക്കം ഉണ്ടായ ആൾക്കാർ കണ്ടെന്ന് വരാ ഇല്ലേ? തണ്ട് വെച്ച പടക്, തണ്ട് വെച്ച പടകും അതിൽ നടക്കയില്ല, അന്ന് അങ്ങോട്ട് കയറുകയല്ല. പിന്നെ പ്രതാപമുള്ള കപ്പല് അതിൽ കൂടി കടന്നു പോകുകയുമില്ല. വാക്യം യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായ കർത്താവ്. അപ്പൊ ശ്രദ്ധിച്ചേ, തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലും ഒന്നും അങ്ങ് എല്ലുകയല്ല. അല്ല, കുറ്റം പറയല്ല, തെറ്റിദ്ധരിക്കരുത്. ഉരുള് പൊട്ടിയ സ്ഥലത്തും ചിലപ്പോൾ അതിര് തർക്കം ഉള്ളവർ കണ്ടെന്ന് വരാം ഇല്ലേ? കണ്ടെന്ന് വരാം. ചുണയുണ്ടേ നിനക്ക് ഇങ്ങോട്ട് കയറാവോ? കയറിയാ നിന്റെ കുതികാല് ഞാൻ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നിനക്ക് എന്നെ ജോയിയെ നിനക്കറിയാം, ആനത്തടം ജോയിയെ നിനക്ക് ഇവിടെ ഉണ്ടോ? ആനത്തടം ജോയി അല്ല, ഞാനങ്ങ് പറഞ്ഞതാ. ജോയിയാലെന്നെ ബേബി ആയാലെന്നാ. ദൈവം ഓരോന്ന് ചെയ്യുമ്പോഴേ നമുക്ക് പ്രയാസമുണ്ട്. ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ വരുമ്പം, ഇതൊക്കെ കാണുമ്പം നമ്മളൊന്നുകൂടെ അനുദപിച്ച് അഹങ്കാരം മാറ്റി ദൈവത്തെ ഭയപ്പെട്ട്, അവിടെ സംഭവിച്ചു, ഇവിടെ വരാൻ മേലേ, ഇന്ന് രാത്രി ഇവിടെ ഉരുള് പൊട്ടാൻ മേലേ, പൊട്ടാം. എവിടാ സംഭവിക്കാത്തേ? എവിടെയും സംഭവിക്കാം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ. രാഷ്ട്രീയം ഒന്നും പറയുകയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരാൾ, പേരൊന്നും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു അവിടെ ഉരുള് പൊട്ടി, വിവാദമാകുമായിരിക്കും, എന്നാലും തിരക്കേടില്ല. പണ്ടൊരു തള്ള പറഞ്ഞല്ലേ, ഏതായാലും മാമി നരകത്തില്ല, എന്നാൽ പിന്നെ കുറിച്ചിയും കൂടെ ചൂടാം. ഒരാൾ എന്നോട് പറഞ്ഞതാ, പേരൊന്നും പറയുന്നില്ല, ഈ ഉരുള് പൊട്ടാനെല്ലാം കാരണം പിണറായിയാണ്. എന്നോട് പറയും, എന്തൊരക്രമമാണെന്ന് ഓർത്തോണം. അങ്ങനെ രാത്രി ചെന്നിരുന്ന് പാരിക്കളഞ്ഞാന്നോ? ബെവരുദോഷി 99 വെള്ളപ്പൊക്കം ഉണ്ടായത് പിണറായി മരിച്ചോണ്ടാണോ? പിണറായി ഭരിച്ചാലും കൊള്ളാം, ഇനിയും VD സതീശൻ കയറിയാലും കൊള്ളാം. അല്ല, വേറെ ആര് ഭരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആര് ഭരിച്ചാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അവർ ഭരിക്കട്ടെ, രാഹുൽ ഇനി കയറട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ആര് വന്നാലും ഭരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ തത്വം അതാ, ഭരിക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെ പുസ്തകത്തിലെ വാക്യവും അതാ. വിശേഷാൽ സകല മനുഷ്യർക്കും ഭക്തിയോടും കലത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. പെന്തിക്കോസ്, എൻ്റെ ഭാഷ പെന്തിക്കോസ് അല്ലേ? പെന്തിക്കോസുകാരനെ ആക്കിയിരിക്കുന്നത് വോട്ട് പിടിക്കാനും, ഇലക്ഷൻ നടക്കാനും, പോളിംഗ് ബൂത്തിൽ പോയിരിക്കാനും, സ്ഥാനാർത്ഥിയാകാനും.
പ്രശ്നക്കാരെന്ന് പറയിപ്പിക്കരുത്. അവൻ പ്രാർത്ഥനക്കാരനാണെന്ന് പറയിപ്പിക്കണം. പ്രാർത്ഥിക്കുന്നവർ എന്നെ നിന്നെ വിളിച്ചത് പ്രാർത്ഥിക്കാൻ, ദേശത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, റാന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കേരളത്തിലെ ഓരോ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണാധികാരികൾക്ക് പിണറായി ഭരിച്ചത് കൊണ്ടാണ് ഉരുള് പൊട്ടിയത്. ഇനി വി ഡി സതീശൻ ഭരിച്ചാലും അല്ല ഉരുള് പൊട്ടുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വന്നതുകൊണ്ടല്ല ഉരുള് പൊട്ടുന്നത്. ഇതൊക്കെ ദൈവം ചെയ്യുന്നതാ. എന്തിനാണ് ഞാൻ വേദ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുക? അവൻ ജനം അനുഭവിക്കണം, ജനം ദൈവത്തെങ്കിലേക്ക് തിരിയണം, ജനം പാപമേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ അവൻ അറിയണം, യേശുവിലേക്ക് മടങ്ങി വരണം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല. അതുകൊണ്ട് അങ്ങോട്ട് ചെളി വാരി എറിയാൽ അങ്ങോട്ട് ഇങ്ങോട്ട് പള്ളി പറഞ്ഞു നടക്കാതെ പെന്തിക്കോസുകാർ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം. ഇപ്പൊ പ്രാർത്ഥിക്കാൻ നേരമില്ലല്ലോ, പ്രാർത്ഥിക്കാൻ നേരമില്ല. ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറയും, 11 മണിക്ക് വരും, 12 ആകുമ്പോൾ തീർക്കും. വീട്ടിൽ പോയി നല്ല കൂണന്റെ തീറ്റി തിന്നും, മാട് കിടക്കും. വൈകിട്ട് പറഞ്ഞ എല്ലാവരുടെയും കാര്യമല്ല, പ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ പഠിക്കും, പോരാടി പ്രാർത്ഥിക്കണ്ടേ. സകല പ്രാർത്ഥനയാല് യാചനയാല് ഏത് നേരത്തും ഭാഷയിൽ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അത് സന്തോഷത്തോടെ സഹിക്കണം. വായിച്ചുകൊണ്ട് സമ്പത്തുകളുടെ അവകാരവും സന്തോഷത്തോടെ സഹിച്ചു. അങ്ങനെ സഹിക്കുന്നവരെ ആദരിക്കുന്നൊരു സുദിനമുണ്ട്. നമുക്ക് അപമാനമുണ്ടെന്ന്, നിന്നയുണ്ട്, അത് കഷ്ടതയുണ്ട്. ഇത് മാർഗമതാ. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അവകാരവും സന്തോഷത്തോടെ സഹിക്കണം ദൈവമക്കൾ. അതുകൊണ്ട് ധൈര്യം നമ്മുടെ ആദ്യം നിങ്ങൾക്ക് മറ്റവർക്ക് ഞാൻ കൊടുക്കാം. നിന്നെ ഇങ്ങനെയുള്ള വിഷയത്തിനല്ലേ വിളിച്ച്, നിന്നെ വിളിച്ചേക്കണം പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ പലതും നടക്കുമല്ലോ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പണ്ട് തമിഴ് സഹോദരൻ പറഞ്ഞു, എന്നെ അപ്പം നിனைച്ചാൽ പുലിയെ പിടിക്കും, ഉയര് പോയാലും നിനയ്ക്ക മാറ്റേ. എന്റെ അപ്പം വിചാരിച്ചാൽ പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും വിചാരിച്ചാൽ പിടിക്കും. പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് അനുഭവിച്ച ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇരിക്കുന്നത്. ദൂരത്തിൽ നിന്ന് കേൾക്കുന്നവരും പ്രാർത്ഥനയുടെ മഹത്വം കണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് പോക്ക് വഴി ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. അവിടുന്ന് നീക്കുപോക്ക് തരുന്നത്. അതുകൊണ്ട് ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ സാധാരണ പ്രസംഗിക്കും പറയുന്ന ഒരു സംഭവമുണ്ട്, അതുകൂടെ പറഞ്ഞേക്ക് എടുത്ത വാക്യത്തോട് കൂടുതൽ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. സ്തോത്രം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബഥാനിയിൽ വന്നെന്ന യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിക്കുന്നത്. ഒന്ന് വായിച്ചോ? യോഹന്നാന്റെ സുവിശേഷം 12-ന്റെ 1 മുതൽ വായിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക്
യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപ് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു അവിടെ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി, കർത്താവിന് വേണ്ടി അത്താഴം ഒരുക്കി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വീട്ടിൽ യേശു പലപ്പോഴും വന്നിട്ടുണ്ട്. ഇത് യെരുശലേം യെരുശലേമിലേക്ക് പോകുമ്പോൾ തന്നെ വഴിത്തലയ്ക്കായി ബെഥാന്യ. ഞാൻ പോയിട്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോഴും ചോദിച്ചു പോയെന്ന്. അങ്ങനെ കണ്ട പോയതല്ലേ, അങ്ങോട്ട് പോകുന്ന വഴിക്കാൻ കണ്ടല്ലേ, നേരി ഇറക്കമാണ്. എനിക്കറിയത്തില്ല, അതവിടെ ഒന്ന് പുറമേയായിരുന്നു, ചെറിയ ഇറക്കമാണ്. ഞാൻ പോയിട്ടില്ല, ഇതിൽ അപാകതയോടെ ക്ഷമിക്കണം. എത്ര മൈലാണ്? 7 മൈലാണോ 7 കിലോമീറ്റർ ആണോ യെരുശലേം ഗുരുവായിട്ട്? എനിക്കും അങ്ങനെ തോന്നുന്നേ. അപ്പൊ എന്തായാലും കൊള്ളാം, അത്ര കണ്ട് ദൂരമല്ല, എന്നാൽ അടുത്ത. അപ്പൊ ഏതായാലും യേശുക്രിസ്തു യെരുശലേമിലേക്ക് വരുമ്പോൾ മിക്കപ്പോഴും ഈ ബെഥാനിയിലെ ഈ വീട്ടിൽ ആ സഹോദരിമാർ 2 പേരുണ്ട്, മാർത്തയും മറിയയും. 2 സഹോദരിമാരാ. ഇവരുടെ സഹോദരൻ ലാസർ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ മഴയും പിടിച്ചയാൾ ലാസറിന്റെയും മറിയുടെയും കഥ പറയാമെന്നാണ് തോന്നുന്നു. അല്ല, അതിനകത്ത് കാര്യമുണ്ട്, കഥയാണെങ്കിലും കാര്യമുണ്ട്. കർത്താവ് ഈ വീട്ടിൽ പലപ്പോഴും വരും. യേശുവിനെ ഇവർ ശുശ്രൂഷിക്കും. ഈ സഹോദരിമാർ നന്നായിട്ട് കർത്താവിനെ ബഹുമാനിച്ച് ശുശ്രൂഷിക്കും. മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കുക, അവസരം കിട്ടുമ്പോഴെല്ലാം അവിടുത്തെ തൃപ്പാദത്തില്ല. മാർത്ത ശുശ്രൂഷ എന്ന് പറയുന്നത്, മാർത്ത സ്റ്റേജിൽ കയറി ഇന്ന് രാത്രി നിന്നെ വെടിവെക്കുമെന്നൊന്നും അല്ല പറയുന്നത്, അടുക്കളയിൽ പെരുമാറുക. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചെന്നല്ല, യേശു ഒരിക്കൽ ചെയ്ത് മാർത്ത കയറി അടിച്ചു മിന്നിയെന്നല്ല. അങ്ങനെയുള്ള മാർത്തമാരും ഉണ്ട്. യേശു അവിടെ ഇരിക്കുക, ഞാനിപ്പം തിയോളജി ഇടക്കുകയാണ്. അപ്പം മാർത്ത ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാൽ ആ ഭാഗമൊക്കെ പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ വന്നവരെയെല്ലാം ശുശ്രൂഷിക്കുക. ഞാൻ ബഹുമാന്യ സഹോദരിമാരോട് പറയാം, അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അത് ഞാൻ എപ്പോഴും പറയും. അടുക്കളയിലേ നിങ്ങൾ യോജിക്കത്തില്ല, എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. നിനക്ക് ഉടമ്പടി വാചകം പറഞ്ഞ് കൈപിടിച്ച ഒരു പുരുഷനുണ്ടല്ലോ, ഇല്ലേ? അതോ ഷൂള പഠിച്ച് ഓട്ടോയിൽ അവനുമായിട്ട് പോകുമായിരുന്നു, ഉടമ്പടി ഒന്നും പറയാതെ. അല്ല, അങ്ങനെ പോയവരിപ്പം ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്നവർ. പിന്നെ സിസ്റ്റർ പാടുന്നു, ബ്രദർ ശുശ്രൂഷിക്കുന്നു, 2 പേരും കൂടെ. അത് പോട്ടെ, മാനസാന്തരപ്പെട്ടായിരിക്കും. അപ്പൊ എന്തായാലും ആ ഉടമ്പടി വാചകം ചൊല്ലിത്തന്നല്ലയോ കരം പിടിച്ചത്. ആ ഭർത്താവിനെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം തലമുറയെ തന്നു. അതൊരു വലിയ മഹാഭാഗ്യമാണ്. അങ്ങനെയാണല്ലോ വാക്യം, മക്കൾ അകവാതിരുന്ന അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം. വീരന്റെ കയ്യിലെ അസ്ത്രം, അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ. അപ്പം കുഞ്ഞുങ്ങളൊരു അവകാശമാണ്, അനുഗ്രഹമാണ്. പിന്നെ പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിൽ കാണും, മിക്ക വീടുകളിലും. ഇപ്പം എല്ലാവരും അവിടെ കുമ്പനാട് അടുത്തുണ്ട് ആശ്വാസഭവനി. അപ്പനെ കാണുന്ന ആശ്വാസഭവനി ചെല്ലണം. ഞങ്ങളുടെ അച്ചായനും കൂടെ ഉണ്ട്. അച്ചായൻ്റെ 3-ാം നിലയുടെ ജനലിൽ കൂടെ നോക്കുന്നു. ആട്ടെ, ഇല്ല, അച്ചായനെ കാണുന്ന കലയപുരത്തി ചെല്ലണം, ജോസിൻ്റെ അവിടെ. മാതാപിതാക്കളും വീട്ടിൽ കാണും. അപ്പം ഞാൻ ബഹുമാന്യ സഹോദരിമാരോടൊരു കാര്യം പറയാം, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ യോജിച്ചാൽ മതി. മോന്തയൊക്കെ കണ്ടിട്ട് യോജിക്കുകയല്ലെന്നാണ് തോന്നുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ യോജിച്ചാൽ മതി. നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം കഴിഞ്ഞാൽ സംരക്ഷിക്കുന്ന ഭർത്താവ്, നിങ്ങൾക്ക് അവകാശമായി തന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളെ 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മ, അല്ലെ അമ്മായിയമ്മ, നിങ്ങളെ പ്രസവിച്ചല്ലെങ്കിലോ അല്ലെ പുള്ളിയെ പ്രസവിച്ചാന്നല്ലോ. ചിലരുടെ ഭാവവും രീതിയും കണ്ടാൽ ഇവള് പ്രസവിച്ചവനെ എടുത്തതുപോലെ. തള്ളയ്ക്ക് യാതൊരു ബന്ധവും, അവൾ തന്നെ പ്രസവിച്ചവനെ കല്യാണം കഴിച്ചതുപോലെ ചിലതിൻ്റെ രീതി ഇടപാടും. അല്ല, നിങ്ങളുടെ അമ്മ നിങ്ങളെ നൊന്ത് പ്രസവിച്ചു, അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ നൊന്ത് 10 മാസം ചുമന്ന് പ്രസവിച്ചു. പിതാക്കന്മാർ ഒത്തിരി അധ്വാനിച്ചു. ഇന്നത്തെ അധ്വാനമല്ല, പണ്ട് ഞങ്ങളുടെ വള്ളാങ്കടവിലെ സണ്ണിച്ചായനെ പറയുന്നൊരു പദമുണ്ട്, പുള്ളിയുടെ ഭാഷയാണ്, കടമെടുക്കുക. തൂമ്പാക്കൈക്ക് മുല കൊടുത്ത അപ്പന്മാർ വളർത്തിയെന്ന്, പഴയ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ കൈനീളമുള്ള തൂമ്പ നിലാമ്പട്ടം കിളയ്ക്കും, പിള്ളേരെ വളർത്തണ്ടേ. ഇപ്പോഴല്ലേ അമേരിക്കൻ പണവും പേർഷ്യൻ പണവും ആയത്. അതിൻ്റെ അഹങ്കാരമുണ്ട് ചിലതിന്. ആ ATM കാർഡ് കുത്തിവെച്ചുള്ള നിപ്പും നോട്ടമൊക്കെ. വേറെ ആള് പുറകെ നിൽക്കുക, കുത്തിവെച്ച്. എന്നാടാ നീ കുത്താൻ തുടങ്ങിയത്? അപ്പൊ പണ്ട് നിലാമ്പട്ടെന്ന് കിളയ്ക്കും,
പറമ്പിൽ കളിക്കും. കാരണം 10 രൂപയും കൂടെ കൂടുതൽ കിട്ടിയ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. അപ്പം സണ്ണിച്ചാൻ പറഞ്ഞതാ, ഇങ്ങനെ നിന്ന് കളിക്കുമ്പം ആ തൂമ്പായുടെ അറ്റം നെഞ്ചിനിട്ട് വന്ന് ഇടിക്കുക. ഈ ഭാഗം കളിക്കുമ്പം ഇടിക്കും. അതിന് പുള്ളിയുടെ ഭാഷയാ തൂമ്പാക്കൈക്ക് മുല കൊടുത്താ വളർത്തിയെന്ന്. അങ്ങനെയൊക്കെ അപ്പന്മാര് കഷ്ടപ്പെട്ടത്. അമ്മമാരും വീട്ടുജോലിയും വളരെ വെത്തപ്പാടാ. പറമ്പി പണിയുന്നതിനേക്കാളും കട്ടിയാ വീട്ടിലെ പണിയുന്നവർക്ക്. എല്ലാവരും ബന്ധപ്പെട്ട് അധ്വാനിച്ചാണ്. അപ്പൊ അങ്ങനെയൊക്കെ പെറ്റു വളർത്തിയ അമ്മയും ജനിപ്പിച്ച ജനകനും, നിങ്ങൾക്ക് അവകാശമായി തന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഭർത്താവ്, ചിലപ്പോൾ കഴിവ് കണ്ടെന്ന് വരാം, കഴിവ് കുറഞ്ഞത് വരാം, കളർ ചിലപ്പം ഇല്ലെന്ന് വരാം, കൂടിയെന്നും വരാം, ആയിക്കോട്ടെ, ദൈവം അനുവദിച്ചതല്ലേ. ആ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഒക്കുന്നെങ്കിൽ അച്ഛന്മാരോ ഉപദേശിമാരോ അല്ലെങ്കിൽ സന്യാസിമാരോ ആരും മനുഷ്യരല്ലേ, വരുമ്പം അതിഥികളോ ഒക്കെ വരുമ്പം അവർക്കും വിളമ്പി കൊടുത്ത്, ഞാൻ എൻ്റെ ശൈലി പറയാൻ നിങ്ങൾ ഇഷ്ടമുണ്ടേ ചോദിച്ചാൽ മതി, അവരത് കഴിച്ച് തൃപ്തിപ്പെട്ട് സന്തോഷിക്കുന്നത് കാണുമ്പം നിങ്ങൾക്ക് നിറയത്തില്ലയോ? നല്ല അങ്ങ് കൈപ്പൊക്കെ അങ്ങനെ നിറയുമെങ്കിൽ അല്ല, പണ്ട് കാലത്ത് അമ്മമാര് പറഞ്ഞു കേട്ടുണ്ട്, എല്ലാവർക്കും വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണത്തില്ല. അനേക മാതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പറ്റും വെള്ളം കുടിച്ചാൽ ഞാൻ കിടന്ന് മുണ്ട് മുറുക്കി കൊടുത്താണ്. എന്നാലും എൻ്റെ ഭാഷയെ ഞാൻ പറയാ, ഭർത്താവും മക്കളും ഭക്ഷിച്ച് തൃപ്തിപ്പെട്ട് കിടക്കുമ്പോൾ അമ്മ ചിലപ്പോൾ പറ്റും വെള്ളമാണ് കുടിച്ചത്. അത് കുടിച്ച് വെച്ചാൽ മംഗലവും കറച്ചട്ടി എല്ലാം കഴുകി കമത്തിയേച്ചേ ഇടേ. ഇപ്പം ഞാൻ പറഞ്ഞ എന്നാ മംഗലത്തിന്റെ അല്ല, മംഗലത്തെ അവിടെ മംഗലം. അപ്പൊ ഇത് നിങ്ങൾക്കും ഗുണം വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ് വരുന്നത്. അപ്പൊ ഇത് കഴുകി കമത്തിയ ചിലപ്പോൾ അമ്മ വിശന്ന ഇരിക്കുന്നെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ആ പായ കിടക്കുകയും ഒക്കെ കിടക്കുന്ന കാണുന്നതൊരു അങ്ങനെയൊക്കെയാണ് പഴയ അമ്മമാര് വളർത്തിയത്. സ്തോത്രം. ആ അമ്മേനെ നീ വൃദ്ധസദനത്തിൽ വിടരുതേ, ആ അപ്പനെ അനാഥാലയത്തിൽ കൊണ്ടാക്കരുതേ. എന്നുവെച്ചാൽ നീ സഭയെ വന്നിട്ട് മുടുത്ത തമ്പേർ മേടിച്ച് അടിച്ച് പൊട്ടിക്കുക, തീ കത്തിക്കാതിൽ തീയല്ല നിന്റെ കുടുംബം ദൈവം കത്തിക്കും. അല്ലെങ്കിലും ദൈവം നിന്നെ കത്തിക്കാനിരിക്കുക. അപ്പൊ അങ്ങനെ അടുക്കളയിൽ പെരുമാറി കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും മാതാപിതാക്കൾക്കും വരുന്നവർക്കൊക്കെ പെരുമാറി കൊടുക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അതെ, ശുശ്രൂഷയാണ്. മാർത്ത ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ശുശ്രൂഷ, അല്ലാതെ മാർത്ത എസ്കറ്റോളജി പ്രസംഗിച്ചെന്നല്ല, അതല്ല അതിൻ്റെ അർത്ഥം. മാർത്ത പ്രവചിച്ചെന്നുമല്ല. മാർത്ത ഇരുന്ന് ഭൂതത്തെ ഇറക്കി, ജോയിക്കുട്ടി അടുക്കളയെ കാപ്പി കൊണ്ട് മാർത്തയ്ക്ക് കൂടെ കൊടുക്കുക, ഇറക്കിക്കോ ഇനിയും കാപ്പി വേണോ എന്ന്. അല്ലല്ല, അതൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് അടുക്കളയിൽ പെരുമാറുന്ന മാന്യ സഹോദരിമാരുടെ പറയുക ഒരു വലിയ ശുശ്രൂഷയാണ്. അത് പ്രാർത്ഥിച്ചങ്ങ് ചെയ്യണം. പ്രാർത്ഥിച്ച് രാഗിയും അരിശം കയറിയൊന്നും ചെയ്യരുത്. രുചിയും വരികയില്ല, ഗുണവും ആകുകയില്ല. അവനും വയറ്റി പിടിക്കല, അവൻ പിന്നെ റാന്നി പോകും തട്ടുകടയിൽ. അങ്ങനെയൊക്കെ ഉള്ള ചില മുടിഞ്ഞ വീട്ടിൽ വന്ന് എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ. ഞാനൊരു കാര്യം പറയാം, അടുക്കളയിൽ നിൽക്കാൻ ദൈവം സാവകാശം ഒരുക്കി തരുന്നുണ്ടല്ലോ. എത്രയോ പേർക്ക് അടുക്കളയിൽ പെരുമാറാൻ അല്പം കാര്യങ്ങൾ ഏതാ ഭക്ഷണ സാധനങ്ങളെ കിട്ടാതെ ഭാരപ്പെടുമ്പോൾ നിന്റെ വീട്ടിനകത്ത് അടുക്കളയിൽ നിന്ന് പെരുമാറാനുള്ള ഭക്ഷണ സാധനങ്ങൾ പലചരക്ക് ദൈവം കൊണ്ട് തരുന്നുണ്ടല്ലോ. അതോർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടെ കിടന്ന് പ്രാഗി അലയ്ക്കുക ഒന്നും ചെയ്യരുത്. ആട്ടെ, ഞാൻ പാകം അങ്ങനെ അങ്ങ് വിടുക. അപ്പോൾ അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. ദൈവത്തിന് മഹത്വം. ഏതായാലും മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു. മറിയ അവിടുത്തെ തൃപ്പാനത്തിലിരിക്കുക. ലാസറിനെ പറ്റി ചിലര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അതിൻ്റെ തുച്ഛമായ ഒരു വരുമാനം കിട്ടും, അത് സഹോദരിമാരുടെ കയ്യിൽ കൊടുക്കും, അവരതുകൊണ്ടാണ് ഇതൊക്കെ ആക്കി കഴിക്കുന്ന. എന്തായാലും ആകട്ടെ, നല്ലൊരു കുടുംബം. യേശു ഈ ഭവനത്തിൽ അനവധി പ്രാവശ്യം വന്ന് പാർത്തു. ഒടുവിലായിട്ട് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീണ്ടും അവിടെ വന്നു. അതാണ് 12-ാം അധ്യായം 1. ഒന്നുകൂടെ വായിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ 6 ദിവസം മുമ്പ് യേശു ഈ വീട്ടിൽ വന്നു. അടുത്തത് അവിടെ അവർ അവന്
ഒരു അത്താഴം ഒരുക്കി. കർത്താവിന് വേണ്ടി ഒരു അത്താഴം ഈ ഭവനം ഒരുക്കി. അടുത്ത വാക്യം, മാർത്ത ശുശ്രൂഷ ചെയ്തു. മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അടുത്തത്, ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തനായിരുന്നു. സ്തോത്രം, പന്തിയിൽ ഇരുന്ന ഒരുത്തന്. അടുത്തത്, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. എനിക്ക് തോന്നുന്നത് തലമുടി കൊണ്ട് കാൽ തുവർത്തി. അപ്പൊ എനിക്ക് തോന്നുന്നത് മറിയ വട്ടം കണ്ടിച്ച് കിടക്കുകയല്ലായിരുന്നെന്നാ തോന്നുന്നത്, തലമുടി ഉണ്ടായിരുന്നെന്നാ തോന്നുന്നത്. ഇപ്പോഴത്തെ ചില മറിയമാര് ആട്ടെ, ഈ സുഖമില്ലാതെ പ്രയാസപ്പെട്ട് ചികിത്സയ്ക്ക് വിധേയപ്പെട്ട് തലയിലെ മുടി പോയ ബഹുമാന്യരായ സഹോദരിമാരുണ്ട്. അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ദൈവം മുടി തരട്ടെ, ഒരു കുഴപ്പവുമില്ല. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് മുടിയുണ്ട്. അത് നീ വട്ടം കണ്ടിച്ച് പോകുന്നത് അത്ര നല്ലതാണോ എന്ന് ആട്ടെ, മറിയാതെ ചിന്തിക്കും. ഏതായാലും മറിയ ഈ തലമുടി കൊണ്ട് അവിടുത്തെ തൃപ്പാദമെല്ലാം തുടച്ച്. അടുത്തത് വായിച്ചേ. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. പിന്നെ എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനിരുന്ന യൂദ ഇസ്കറിയോത്താവ് ഈ തൈലം യൂതൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനം യൂതൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. യൂതൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. യൂദായും അവിടെ ഉണ്ട്. അപ്പൊ ഈ സ്വച്ഛമാംസ തൈലം ഒരു റാത്തലെടുത്ത് അവിടുത്തെ തൃപ്പാനത്തിൽ ഒടിച്ച് തൈലത്തിന്റെ സൗരഭ്യം വീട് നിറഞ്ഞു. മറിയം തന്റെ തലമുടി കൊണ്ട് അവിടുത്തെ പാദം തുടച്ചപ്പോൾ കാണിച്ചു കൊടുപ്പായിരുന്ന വായിച്ചോ, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ ഇടഞ്ഞു. പുള്ളി ഇടയാൻ കാര്യം ദരിദ്രന്മാരോട് അനുകമ്പയോ സഹതാപമോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ 3 കാര്യം എഴുതി. 1, പണസഞ്ചി അവന്റെ പക്കല. 2, അവൻ കള്ളനാ. 3, അതിലിട്ടതെല്ലാം പുള്ളി അടിച്ചു മാറ്റും. എന്നും അടിച്ചു മാറ്റും. സ്വോത്ര കാഴ്ച അടിച്ച് മാറ്റും. നമ്മുടെ സഭയിലെ കണക്ക് പോലൊന്നും കണക്ക് വായിക്കുന്നില്ല. അവിടെ കണക്കില്ല. അവനെ വെള്ളം കുടിഞ്ഞു. ഇതിന് ചൂട് കുറവാ. ചൂട് ഉണ്ടോ? എന്നാ ഞാൻ നോക്കട്ടെ. ഞാൻ കൂടുതലാണോ? മതി. ഇല്ല, മുഴുവൻ കുടിക്കുകയല്ല. അതിനടുത്തുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചേ, തൊണ്ടയ്ക്ക് പ്രയാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക. അതെ, ഇച്ചിരി നേരത്തെ ഇട്ട വെള്ളമാണ്, അതുകൊണ്ടാണ്. മഴയും പിടിച്ച് നേരത്തെ ഇട്ടങ്ങ് വെച്ചേക്കല്ലേ, പാസ്റ്റ് വരുമ്പോൾ കിടന്ന് പുഴയുണ്ടെന്നോർത്ത് ഇട്ടതാ. എന്നാലും ഇച്ചിരി കുടിച്ച് നന്നായി. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ കാണിച്ചു കൊടുപ്പായിരുന്ന യൂദ. ഈ യൂദായെ പറ്റി 1, അവൻ കള്ളനാ. 2, പണസഞ്ചി അവന്റെ പക്കലാകയാൽ. 3, ഇതിലിട്ടതെല്ലാം അടിച്ചു മാറ്റുന്നുണ്ട്. നമ്മുടെ സഭയിലെ പോലൊന്നും അല്ല. നമ്മുടെയൊക്കെ സഭയില് കണക്കൊണ്ട കാര്യമുണ്ടത് നല്ലതാ. കണക്കൊക്കെ ഇപ്പം ഓഡിറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലതാ. പക്ഷേ വിളിച്ചു പറയുന്നത് അത്ര നല്ലതല്ല. വാപത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമല്ലേ? വിളിച്ചു പറയുന്നത് നല്ലതല്ല. റബ്ബർ വെട്ടാൻ പോകുന്നവർ കാണും.
അടുക്കള ജോലിക്ക് പോകുന്ന മാന്യ സഹോദരിമാർ കാണും, റോഡ് പണിക്ക് പോകുന്നവർ കാണും, അമേരിക്കയിൽ കുഞ്ഞുങ്ങളും കുടുംബമുള്ളവർ കാണും, പേർഷ്യക്കാർ കാണും, ലണ്ടൻകാർ. എല്ലാവർക്കും ഒരേ സാഹചര്യമല്ലല്ലോ. അല്ല, അന്നന്ന് ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നവരുണ്ട്, കുടുംബത്തെ സന്ധിക്കുന്നവരുണ്ട്. അപ്പം സഭയുടെ സെക്രട്ടറി, ട്രഷറർ ഞായറാഴ്ച വരുമ്പം അത് വിളിച്ചു പോകുന്ന അത്ര നല്ലതല്ല. എടാ, കൊടുക്കേണ്ടവൻ കൊടുത്തോളും, തരേണ്ടവൻ തരും, നീ പ്രാർത്ഥിക്കേ. ഇത് ഉമ്മ കടന്ന് കൺവെൻഷനൊക്കെ ചെന്നങ്ങ് അലയ്ക്കുക. യോ, ഇത് കടത്തില്ല. നിന്നോടാര് പറഞ്ഞത് നടത്താൻ? നിന്നോടാര് പറഞ്ഞത് നടത്താൻ? നിങ്ങൾ തരാതെ എനിക്ക് രക്ഷയില്ലെന്ന് നിന്നോടാര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞെങ്കിൽ ദൈവം വഴി തുറക്കും. നീ തന്നെ ഒപ്പിച്ചതാ, തന്നെ ഒപ്പിച്ചാൽ നീ തന്നെ തീർക്കണം. ദൈവം പറഞ്ഞതാണെങ്കിൽ ദൈവം വഴിയൊരുക്കും. ചെല്ലു ചോദിക്കും, കെട്ടിയിറക്കുമെന്ന്. കെട്ടിയിറക്കൂടാ, നീ ഇരിക്കുന്നിടത്ത് ദൈവം ഇറക്കി തരും. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോട് പറയാനുണ്ട്, ചുമ്മാ കിടന്ന് അലക്കരുത്, ചുമ്മാ തെണ്ടരുതെന്ന്. ഇപ്പൊ നിങ്ങൾ അയാൾ അമേരിക്കയിൽ നിന്ന് വന്നതിൻ്റെ ഇളക്കമാണെന്ന് എൻ്റെ പണി നോക്ക. നീ മുട്ടയിലിരിക്കണം. ദൈവം കെട്ടിയിറക്കി തന്നെ തരുമെന്ന്. നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുതരും. സഹോദരിമാര് ബലപ്പെടാൻ, ഞാൻ എപ്പോഴും പറയുന്ന ഭാഗമാണ്, ബലപ്പെടാനായിട്ട് ഒരു വചനം. ഈ 900 ഇരുമ്പരഥമുള്ള സീസറ ഉണ്ടല്ലോ, സീസര ഒരിക്കൽ 900 ഇരുമ്പരഥമായിട്ട് ബഹളം ഉണ്ടാക്കി വന്നപ്പോൾ ഇസ്രായേലെല്ലാം പേടിച്ച്, ഇവനെ പേടിച്ച് 900 ഇരുമ്പരഥല്ലേ എല്ലാവരും പേടിച്ചപ്പം ലപ്പീദോത്തിന്റെ ഭാര്യ ദെബോര പ്രവചിച്ചു. ആമേ ബാരാക്കിനോട് പറഞ്ഞു, നീ ആൾക്കാരെ കൂട്ടി താബോർ മലയ്ക്ക് ചെല്ല്, സീസറയെ നിന്റെ കൈ ദൈവം ഏൽപ്പിക്കും. ഉടനെ ഇവൻ പറഞ്ഞു, അമ്മാമ്മയും കൂടെ വരണമെന്ന്. അപ്പൊ അത് ദൂതൊക്കെ ഒന്ന് കേട്ട് ബലപ്പെടാൻ, അമ്മാമ്മയും കൂടെ വരാൻ. ഉടനെ ദൂത് തിരിഞ്ഞു. അങ്ങനെയാണ് സീസറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ ആ ഭാഗം എല്ലാം വായിപ്പിക്കുന്നില്ല. അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? അപ്പൊ സീസറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദെബോര പ്രവചിച്ചു. അപ്പോൾ അവിടെ യായേൽ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. യായേല്, ഹേബേരിന്റെ ഭാര്യ യായേല്, ദൈവത്തിന് നമുക്ക് നാരീജനത്തിൽ അനുഗ്രഹം പ്രാപിച്ചവളാ. അവളെ പറ്റി പറയുന്നത്, ഇവളൊരു പരവതാനികയുടെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുക. ഈ ഭർത്താവാകുന്ന യായേല് ഈ മോശയുടെ അളിയന്മാരുമായിട്ടൊക്കെ അല്പം അടുപ്പമുള്ളത് കൊണ്ട് ഇവളെ, എൻ്റെ ഭാഷയെ പറയാ, ഇവളെ യോഗത്തിന് വിടുകയല്ല. കാരണം അവിടെ എൻ്റെ ഭാഷയാകട്ടോ, താബോർ മലയുടെ മുകളിൽ യോഗം നടക്കുക, ആരാധനാ യോഗം. നഫ്താലിയുടെയും ശബുലുന്റെയും 10,000 പേരെ തിരഞ്ഞെടുത്ത് ദെബോരയും ബാരാക്കും, ഈ 10,000 പേര്, എൻ്റെ ഭാഷയാ പറയുന്നത്, താബോർ മലയുടെ മുകളിൽ അനുഗ്രഹിക്കപ്പെട്ട യോഗം, ആരാധന, ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുക. ഇവർ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഈ യായേലിന് ആ യോഗത്തിന് പോയാൽ കൊള്ളാന്നുണ്ടെങ്കിൽ ഭർത്താവ് അത്ര സുഖമല്ല, വിടുകയല്ല. അതുകൊണ്ട് ഇവള് എതിർക്കാനും ഉടക്കാനും ഒന്നും പോയില്ല. അവൾ ആ പരവതാനികയുടെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ ജാഗരിക്കുക. ഞാൻ എൻ്റെ ശൈലിയിൽ ആ ഭാഗം ചേർത്ത് പറയുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇവള് കേട്ടു, അവൻ സീസറിയെ ഒരു സ്ത്രീയുടെ കൈ കൊടുക്കും. ഇവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ ദാസി ദെബോരയിൽ കൂടി ആലോചന പറഞ്ഞിട്ടുണ്ട്, സീസറയെ ഒരു സ്ത്രീയുടെ കൈ കൊടുക്കും. എനിക്ക് യോഗത്തിന് പോകണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഭർത്താവ് അനുവദിക്കുന്നില്ല. എനിക്ക് അങ്ങോട്ട് ചെന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അനുവദിക്കുന്നില്ല. പക്ഷെ നിന്റെ ആലോചന അവനെ ഒരു സ്ത്രീയുടെ കൈ കൊടുക്കുക, അങ്ങനെയെങ്കിൽ എൻ്റെ കൈ തരണം. ഇവളകത്തിരുന്ന് ഇങ്ങനെ ജാഗരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ അറിയുക. അങ്ങനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ പ്രാർത്ഥിച്ച ചെടയ്ക്ക് വന്ന് നോക്ക് എന്തോ ആയെന്ന്, യോഗം എന്തോ ആയെന്ന്. അന്നേരം ഇങ്ങനെ അവിടെ ഭയങ്കര പരിപാടി. ഇവൾ വീണ്ടും പോയിരുന്ന് ജാഗരിക്കും. പിന്നെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കും എന്തോ. അപ്പൊ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിക്കുന്നു. ബാരാക്കും ദെബോരയും നഫ്താലിയുടെ സെബുലൂന്റെയും 10,000 പേര് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇങ്ങനെ ആത്മാവിൽ അവർ നൃത്തം ചെയ്തപ്പോൾ ദൈവം പുരാനൊരു പദ്ധതി കിട്ടു. നക്ഷത്രങ്ങൾ ഇങ്ങോട്ട് വന്ന് പൊരുതാൻ തുടങ്ങി. നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി. സീസറയുമായി സ്വഗതികളിൽ പൊരുതി. പിന്നെ കീശോൻ തോട്, പുരാതന നദി, ഞാൻ കീശോൻ തോട് തള്ളി അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. പിന്നെ എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. പിന്നെ അന്ന് വൽഗിതത്താൽ, സൂര്യവൽഗിതത്താൽ കുതിരക്കുളമ്പകൾ കട്ടണം ചെയ്തല്ല എന്ന് പറഞ്ഞാൽ ഇവർ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ച് ബലപ്പെട്ടപ്പോൾ നക്ഷത്രങ്ങൾ പൊരുതി. നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ ദൂതനിറങ്ങി പടപൊരുതി. ദൂതന്മാരുടെ വാസസ്ഥലം നക്ഷത്രമണ്ഡലങ്ങളിൽ നിന്ന്. അങ്ങനെ കോടി കോടി ദൂതന്മാരാണ് നമുക്കുള്ളത്. ആമേ, പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം. അറിയാവുന്ന പാട്ടുകളോട് പാടും. കോടി കോടി ദൂതരുമായി യേശു
പട്ടണങ്ങൾ പൊറുതി എന്ന് പറഞ്ഞാൽ ദൂതനിറങ്ങി പടപൊരുതി 900 ഇരുമ്പരതുമായിട്ട് ദൈവമക്കളെ പീഡിപ്പിച്ച ആ ശത്രുവിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവധി ഇറങ്ങി. അവൻ ദൂതനിറങ്ങി കുതിരയുടെ കുതികാല് വെട്ടി, കുതിരയാടി, അതാ വൽഗിതം, കുതിരയാടി. ആ ഭാഗമൊക്കെ പഠിപ്പിക്കുന്നവരും പഠിച്ചവര് പറഞ്ഞത് ദൈവം തമ്പുരാൻ മേളി 4 പഴം പൊഴിപ്പിച്ചു. 4 പഴം. ദൈവത്തിന്റെ ആയുധപ്പുറകിൽ പല ആയുധമുണ്ട്. നിന്റെ ആയുധം ഒന്നും എടുക്കണ്ട, നീ തോക്കും എടുക്കണ്ട, പാർട്ടിക്കാരെയും പിടിക്കണ്ട, ആമൻ സമരമുറയ്ക്കും പോകണ്ട, ആമൻ സ്വത്ത് ഞങ്ങളിൽ ഒന്നിന് തൊട്ട് കളിച്ച പോടാ. എടാ, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുമെന്നായി പറഞ്ഞത്. നീ കുറുവടി എടുക്കണ്ട, കൊടുവാളും എടുക്കണ്ട, ഇടിയട്ടെ നെഞ്ചക്കും അടിവാളും ഒന്നും വേണ്ട. നീ ആത്മാവിൽ അങ്ങോട്ട് ബലപ്പെടണം. പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ നൃത്തം ചെയ്യണം. നീ പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ നൃത്തം ചെയ്യുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. അവൻ നിന്നെ കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിക്കും. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിന് അവൻ ആകാശത്തിൽ മഹിമയിൽ മേഘാരൂഢനായി വരും. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാ. കീഴേ ശ്വാസത ഭുജമുണ്ട് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. നിന്നെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ദൈവമുണ്ടെന്ന്. ഞാൻ എടുത്ത വിഷയത്തിലോട്ട് വരാമെങ്കിലും ദൈവാത്മാവ് ചില മേഖലകളിൽ കൂടി പോകുന്നുണ്ട്. വചനത്തിൽ നിന്നൊരു ദൂത് പറയാം. നിങ്ങൾക്ക് അറിവുള്ള ഭാഗ്യമാ. യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിയുക. അതിനുശേഷം നെഹെമ്യാവ് വന്ന് മതിൽ പണിയണം. അപ്പോൾ ആദ്യം ആലയത്തിന്റെ പണിയാ. ആലയത്തിന്റെ പണി അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അത് കോരേശിന്റെ മനസ്സിന് ദൈവം ഉണർത്തി. അവൻ തീർപ്പ് അങ്ങോട്ട് കൽപ്പിച്ചു. യെശയ്യാ പ്രവചനം 44 അധ്യായത്തിന്റെ ഒടുവിൽ 45-ന്റെ 1 പഠിക്കുമ്പോൾ ആ ഭാഗം അറിയാം, വായിക്കണ്ട. കോരേശിന്റെ മനസ്സിനെ ഉണർത്തി തീർപ്പ് കൽപ്പിച്ചു. അങ്ങനെ ആലയത്തിന്റെ പണി അങ്ങോട്ട് തുടങ്ങി. സെരുബ്ബാബേലിന്റെ ദൈവം അതിന് നേതൃത്വത്തിൽ കൊണ്ടുവന്നു. സഹായത്തിന് മഹാപുരോഹിതൻ യോശുവയുണ്ട്. ഇവർ ആലയം പണി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് മുടക്കി. തടസ്സങ്ങൾ വന്നു. അങ്ങനെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ശക്തമായി പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ഹഗ്ഗായി പ്രവാചകനെ, സെക്കറിയ പ്രവാചകനെ ദൈവം അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. ഇവരെ ധൈര്യപ്പെടുത്തി. ഹഗ്ഗായി അല്പം രൂക്ഷമായിട്ടൊക്കെയാ പറഞ്ഞത്. അവൻ ദൈവാലയം ഇങ്ങനെ ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കുന്നത് യോഗ്യമാണോ? നിങ്ങൾ ചില ബന്ധുക്കോസുകാരുടെ ഹോളിൽ ചെന്ന് ആ ഹോളിരിക്കുന്നവന്റെ വീട് 4 കോടിയുടെ സഭാഹോളോ? ഭയങ്കര ആത്മഭാരമാണ്. മിണ്ടുന്നില്ല. എടാ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം ആദ്യം വൃത്തിയാക്കേ. നിന്റെ വീട് നീ വൃത്തിയാക്കുമല്ലോ, ആക്കുകയല്ലേ? മുറ്റത്ത് ടൈൽസ് ഇട്ടു, അടുക്കളയുടെ അവിടെ ടൈൽസ് ഇട്ടു, ടെറസിന്റെ മണ്ട കുന്തവിട്ടു ഇട്ടോ. ഞാനെതിരല്ല. ഞായറാഴ്ച കിതാബുമായിട്ട് അങ്ങോട്ട് ചെല്ലുമല്ലോ. സിയോൻ സഞ്ചാരി ഞാൻ, നീ ഇരുന്ന് ആരാധിക്കുന്ന സ്ഥലമോ? നിനക്ക് 5 ഏക്കർ സ്ഥലമുണ്ട് റാന്നിയിലെ. ആരാധനയ്ക്കുള്ള സ്ഥലം 5.5 സെന്റ്. അത് ജാമ്പുവാന്റെ കാലത്ത് വെച്ചൊരു ഹോള്. അതിന്റെ കടുക്കോല് 2 എണ്ണം ഇളകി. കളവനൊട്ട് സമ്മതിക്കത്തില്ല പൊളിച്ചു പണിയാൻ. അത് പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ പണിതതാ. ഇയാളെയൊക്കെ സമ്മതിക്കുകയല്ലെന്ന്. വല വീട് വലുതാക്കിയില്ലെങ്കിൽ ആദ്യം ആലയം നന്നാക്കണം. വീടും വലുതാക്കിച്ചോ, ഞാൻ എതിർക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്ന ഇടമല്ലേ യോഗ്യമായിട്ടിരിക്കേണ്ടത്. അത് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ചിലക്ക് പ്രയാസം ഉണ്ടാകും. 5 ഏക്കർ സ്ഥലമുള്ളവന് സഭയ്ക്ക് കൊടുത്ത 5 സെന്റ്. എന്നിട്ട് അവനെ ശീലാന്തിയൊക്കെ കയറിയിരിക്കുക, ഞാൻ സഭയ്ക്ക് സ്ഥലം കൊടുത്തതാണ്. ശങ്കാവിഷയം വരുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടുക. ഹോളിന് ചുറ്റും മനസ്സിലായില്ല. പിന്നെ മനസ്സിലാകും, അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകും. കൊടുക്കുന്നെങ്കിൽ നന്നായിട്ട് കൊടുക്കേ, വൃത്തിയായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തവരെയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അവരുടെ സന്തതിയെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അവരെ ദൈവം മാനിച്ചിട്ടുമുണ്ട്. ദൈവം ആർക്കും കടക്കാരനല്ല. എബ്രായ ലേഖനത്തിലെ വാക്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. പ്രതിഫലം വിഭാഗിക്കുന്ന സമയത്ത് നിന്നെയും നിന്റെ തലമുറകളെയും ആദരിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹഗ്ഗായി കർക്കശമായി പറഞ്ഞു, നിങ്ങൾ തട്ടട്ട വീട്ടിൽ പാർക്കുക, ദൈവാലയം ശൂന്യമായി കിടക്കുക. ഇത് ശരിയാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഹഗ്ഗായി പറഞ്ഞു. സെക്കറിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഇങ്ങനെ ആലയത്തിന്റെ പണി മുടക്കി. അപ്പോൾ ഇവർക്കൊരു ചിന്ത, മതില് പണിതിട്ടില്ല, മതില് പൊളിഞ്ഞു കിടക്കുക. നെഹെമ്യാവിന്റെ പുസ്തകവും എസ്രായിയുടെ പുസ്തകവും പഠിക്കുമ്പോൾ മതില് പൊളിഞ്ഞു കിടക്കുക. മതില് പൊളിയാൻ പല കാര്യമുണ്ട്. മതില് പൊളിഞ്ഞതല്ല, പൊളിച്ചതാ, അല്ല പൊളിപ്പിച്ചതാ.
ഇവനൊന്നും ശരിയാകാഞ്ഞുകൊണ്ട് ദൈവം ഒളിപ്പിച്ചതാ. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, വിഷയമല്ല. ഒളിപ്പിച്ചു. പക്ഷെ എന്നാൽ ചിലർ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അപ്പൊ ജനത്തിനിടയിൽ ഒരു ചിന്ത വന്നു, ഒരു ചിന്ത. ആ ചിന്ത മറ്റൊന്നുമല്ല, ദൈവത്തിന് മഹത്വം. അയ്യോ, മതിലില്ലാതെ നമ്മൾ ആലയം പണി നടത്തിക്കൊണ്ടിരിക്കുക, ശത്രുക്കൾ ഏറെ സമയത്തും കയറാം. മതിൽ സുരക്ഷിതത്തെ കാണിക്കുന്നതല്ലേ. കേരളത്തിലുള്ളവരോട് മതിലിന്റെ കാര്യം പറയേ, അയ്യോ വീട് വെച്ചില്ലെങ്കിലും മതിൽ ആദ്യം കെട്ടും. എന്നാൽ നമ്മൾ പറഞ്ഞ പോയിന്റ് വരാം. വെള്ളപ്പൊക്കം വന്നപ്പോൾ മനസ്സിലായി മതിലും കെട്ടി, ആ ഗേറ്റ് വിട്ട് ആമത്താഴ് വിട്ട് പൂട്ടി. റിമോട്ടായിരുന്നു, വെള്ളം കയറി അത് പോയി. തള്ള വരയ്ക്കാത്ത ഞെക്കോട് ഞെക്ക്, ആര് തുറക്കാനാ? ഞെക്ക് ഞെക്ക് തള്ളയുടെ ഊപ്പാട് വരിക. ഉടനെ അപ്പം പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ ഞെക്ക്, രണ്ടുകൂടി ഇരുന്ന് ഞെക്കുക. റിമോട്ട് പിടിച്ച് ഞെക്ക്, എവിടെ തുറക്കാനാ? അടിച്ച് തൂത്തത്. അപ്പുറത്തുകാരോട് മിണ്ടുകയല്ലോ. മിണ്ടുവോ? നീ അവരോട് മിണ്ടുവോ? നീ അവരോട് അതിര് തർക്കം ഉണ്ടായിട്ട് എത്ര കൊല്ലമായി? ഇപ്പോഴും കേസ് കിടക്കുകയല്ലേ. ഞായറാഴ്ച അവൻ IPC, നീ ചർച്ചക്കോട്, ഇടയ്ക്ക് നിന്നവൻ ചാരോൻ. അങ്ങനുണ്ട്. നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ സഹിതം ആദ്യം മാനസാന്തരപ്പെടട്ടെ. എടാ, മറ്റുള്ളവനെ സ്നേഹിക്കേ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീയാണോ കാണാത്ത ദൈവത്തെ? ഏത് ദൈവത്തെയാ? അപ്പുറത്തുകാരനെ മിണ്ടിയിട്ട് നീ എത്ര കൊല്ലമായി? ഉടനെ പെന്തിക്കോസുകാർ വിളച്ചിൽ പറയുന്നതെന്നറിയോ? ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുതെന്ന്. നിന്നോട് മുതുപിശാചാ പറഞ്ഞത്, ദൈവാത്മാവല്ല. നിന്നോട് പറഞ്ഞത് റാന്നിയിലെ പക്ഷേ എവിടെ പോ, അവിടെ അടങ്ങിയിരിക്കുക, അവിടെ ഇരിക്കുന്നു. ഇപ്പൊ യോഗം തീരുകയല്ല. നിന്നോട് ദൈവാത്മാവല്ല പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് സ്നേഹിക്കാനാ പഠിപ്പിക്കുന്നേ. ശത്രുക്കളെയും സ്നേഹിക്കണം. യേശു അല്ല പഠിപ്പിച്ചത്. ഇവിടെ അടിച്ചാൽ ഇവിടെ കാണിച്ചു കൊടുക്കണം. നിങ്ങളെ പഠിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ അവന്റെ കൊങ്ങായിക്ക് പിടിക്കാൻ നടക്കരുത്. നീ സന്തോഷിച്ചോണ്, സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം വലുതാ. നിന്നെ ആദരിക്കുന്ന ഒരു സുദിനമുണ്ട്. ഈ ആക്ഷേപങ്ങളും നിന്ദകളും ഒക്കെ സഹിച്ച് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നിന്നെ പന്തിക്ക് അങ്ങോട്ട് ഇരുത്തും. ഇവരുള്ളത് കൊണ്ട് രണ്ടുശീല ഇടയ്ക്ക് പാടിക്കോട്ടെ. അവിടെ കൊണ്ട് ഇരുത്തും. അവിടെ ഉള്ളവരെല്ലാം കൂടെ നോക്കും. അരിവർ രാജനോടൊപ്പമായി പന്തികിരിപ്പതു സത്യസഭ. അരിവർ രാജനോടൊപ്പം പന്തികിരിപ്പതു സത്യസഭ. പൊന്നേശുതം പൂര ചിന്തിയ രക്ത ഫലമ വിശുദ്ധ കൂട്ടരത്രേ. പൊന്നേശുതം പൂര ചിന്തിയ രക്തത്തിൽ ഫലമ വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. രാജനോടൊപ്പം പന്തികിരിപ്പതു സത്യസഭ. പൊന്നേശുതം പൂരം ചിന്തിയ രക്തത്തിൽ ഫലമ വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. അങ്ങു തീർന്നു പോകും. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. അങ്ങു തീർന്നു പോകും. മാനസനകേണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. മാനസനകേണം. ആ പാട്ട് അറിയാവുന്നത് കൈ പൊക്കിക്കേ. ആരുമില്ലേ? എഴുന്നേറ്റ് തന്നെ. ആരുമില്ലേ? പൊക്കിയ കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു. ഒന്നും ചെയ്യാനൊന്നുമല്ല, ഞാനിവിടെ നിൽക്കുകയല്ലേ. ആ പാട്ടറിയാവുന്നത് ഒന്ന് കൈ പൊക്കിക്കേ. അയ്യോ, പിന്നെ അവിടെ നിന്ന് ചുണ്ടിട്ടല്ല അനക്കിയത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എഴുന്നേക്കരുത്, അയാൾക്ക് ബോധമുള്ളവനല്ല, എന്തെല്ലാം കാക്കാശിന് വിവരമുള്ളവനല്ല, അയാൾ വല്ലതും വിളിച്ച് പറഞ്ഞെങ്കിൽ നാണക്കേടാ. പൊങ്ങിയേക്കരുത്. അടുത്തിരിക്കുന്ന അമ്മ യാതൊരു കാക്കാശിന് വെളിവില്ലാത്തവനാ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞാനൊന്നും പറയാനും ഒന്നുമില്ല. ഒന്ന് എഴുന്നേറ്റേ. ഒരു കാര്യത്തിനാ എഴുന്നേറ്റേ. പാടാൻ വേണ്ടിയാ. ഒന്ന് എഴുന്നേറ്റേ. ഓ,
ആരുമില്ലേ? നമ്മുടെ അമ്മ എന്തിയാ? നമ്മുടെ അമ്മ എഴുന്നേക്ക്. എന്തിയാ നമ്മുടെ അമ്മ? അമ്മയ്ക്കറിയാല്ലേ ആ പാട്ട്? നമുക്ക് പാടാനാ. വേറെ ആരുണ്ട് ആ പാട്ട് വരി അറിയാം? അമ്മ എഴുന്നേക്കമ്മേ, ഇത്ര നേരം ഇരിക്കല്ലേ അവിടെ നിന്നേ. 2 ശീല് പാടാനാണ്. അറിയാവുന്നവരൊന്ന് എഴുന്നേറ്റേ, പാടാനാ. രാജനോടൊപ്പം പന്തികിരിപ്പതു സത്യസഭ. രാജനോടൊപ്പം പന്തികിരിപ്പതു സത്യസഭ. പൊന്നൂരാൻ ചിന്തിക രക്തൻ പലമ വിശുദ്ധ കൂട്ടരത്രേ. പൊന്നൂരാൻ ചിന്തിക വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലെല്ലാം തീർന്നു പോകും. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം. മനസ്സനാകണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. മനസ്സനാകണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അമ്മ ഇരുന്നോ അമ്മ, അമ്മയ്ക്ക് ദീർഘായുസ് ദൈവം തരട്ടെ. എൻ്റെ കൂടെ 2 ശീല പാടിയല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിലേക്ക് ഓടി അങ്ങ് വന്ന് അവസാനിപ്പിക്കാം. മറിയ അവിടുത്തെ തൃപ്പാനത്തിലിരുന്ന് തലമുടി കൊണ്ട് തുവർത്തി. യൂദായിക്ക് അനുകമ്പയൊന്നും ഉണ്ടായിട്ടില്ല. 1, അവൻ കള്ളനാ. 2, പണസഞ്ചി അവന്റെ പക്കലാ. 3, ഇതിലിടുന്നത് ഇവനെ അടിച്ചു മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞത്. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. മറിയ ഇത് കൊണ്ട് യേശുവിന്റെ കാൽക്കല്. ഈ ആരോടും അനുമാനമൊന്നും ചോദിച്ചില്ല മറിയ. ഒരു രാത്രില് സ്വച്ഛ ജഡമാംസി തൈലമുണ്ട്. അച്ചായ യേശു വീട്ടിൽ വരുന്നുണ്ട്. മിക്കവാറും ഞാനൊരു 5:30 കൂടി പൂശാൻ ഒന്ന് നിങ്ങൾ കമ്മിറ്റിക്കാരെ അനുവദിക്കണം. കമ്മിറ്റി ആണെന്നല്ലേ ഉപവാസ പ്രാർത്ഥന വെക്കണം, കമ്മിറ്റി പറയണം. മിക്കയിടത്തും പാസ്റ്റർമാർ സ്റ്റാമ്പാ. സെക്രട്ടറിയോടും ട്രഷററിനോടും കമ്മിറ്റിയോടും പറയണം നമുക്കൊരു ഉപവാസം ഉണ്ട്. ഈ ചൂടും പിടിച്ച് ആരിരിക്കാനാ പാസ്റ്റർ? ഇവൻ ഇരിക്കുകയല്ലടാ, ഇവൻ ഇരിക്കുകയല്ല. നമുക്കൊരു കൺമഷമാക്കും. ആര് വരാനായി മഴയും പിടിച്ച് നോക്കടാ വന്നോ ഇല്ലയോ എന്ന്. മഴയല്ലേ? മുമ്പേ പെയ്തത് മഴയല്ലേ? അതോ തേനായിരുന്നോ? എടാ, വരണ്ടവൻ വരും, ഇരിക്കേണ്ടവൻ ഇരിക്കും, പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കും, ആരാധിക്കേണ്ടവൻ ആരാധിക്കും. ആണ്ട് നിങ്ങളെല്ലാം റോഡിൽ നിൽക്കുന്ന. അയ്യോ, നിങ്ങൾ നിന്ന് കാല് കടിക്കുന്നില്ലയോ? ഇങ്ങോട്ട് ഇവിടെ 5-6 കസേരയൊക്കെ കിടപ്പുണ്ട്. കാല് കഴുകിയാന്നേ ഇങ്ങ് വാ. എന്നാലും നിങ്ങൾ നിൽക്കുന്നല്ലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പറയാം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. ഇന്ന് രാത്രി സുപ്രസാദകാലമാ, രക്ഷാദിവസമാ. യേശു മാത്രമാ ദൈവം. തിരിച്ചു പോകുമ്പോൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരികയില്ല, നിങ്ങളുടെ കുടുംബത്തിനും ഒരു കുഴപ്പം വരികയില്ല. നിങ്ങളുടെ സന്ധിതിയെ ഉയർത്തുന്ന ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, മറിയ ഇത് ആരോടും കമ്മിറ്റിക്കാരോടൊന്നും ചോദിച്ചില്ല. കമ്മിറ്റിയോട് ചോദിച്ചാൽ ഇവന്മാർ സമ്മതിക്കുകയില്ല. ഉപവാസ പ്രാർത്ഥന വെക്കാൻ ഇവന്മാർ സമ്മതിക്കില്ല. അച്ഛാ, നമുക്കൊരാളെ വിളിക്കോ? പാസ് തന്നെ പറഞ്ഞിട്ട് നീ ഗുണമായോ? 5.5 കൊല്ലമായിട്ട് പുള്ളി തൊണ്ട കീറി പറയുക. പണ്ട് ചാക്കോ സാറിനോട് ഇത് പറഞ്ഞു ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംസ്കാരമായിരുന്നെന്ന്. എന്നിട്ട് ഗുണമായോ? എടാ, കൃപയുള്ള, അഭിഷേകമുള്ള, വചനപരിജ്ഞാനമുള്ള, ദൈവകൃപയുള്ള ഒരാളെ വിളിക്കട്ടെ, ശുശ്രൂഷിക്കട്ടെ, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സമ്മതിക്കുകയല്ല. ഇനി ചിലരെ വിളിക്കണമെങ്കിൽ കമ്മിറ്റി എല്ലാം കൂടി ഇരുന്ന് ഏതെങ്കിലും ഒരുത്തർ ഇഷ്ടപ്പെടാത്തതാണ് അവൻ കയറി കൊടുക്കും. പുള്ളിയെ വിളിക്കണ്ട, അയന്ന വേണ്ട, അയന്ന വേണ്ട. പിന്നെ ആരെയാ വിളിക്കണ്ടേ? എന്നാ നീ കയറ്. പണ്ട് തള്ള പറഞ്ഞ പോലെ കണ്ണും തുറക്കുകയില്ല, പാലും കുടിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ ഇവനൊട്ട് ഗുണമാകുകയില്ല. ഒരുത്തനോട്ട് മിക്ക സഭയിലും അടക്കോഴി ഇരിക്കും പോലെ കുറേ എണ്ണമുണ്ട്. അടക്കോഴി, പൊരുന്ന കോഴി എന്ന് പറയും. ഇതൊരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ കയറ്റി മുട്ടയിടാൻ. ഇവന് 82 ആനത്തടത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയതാ. പൊരുന്ന 75 2 മുട്ട ഇട്ട അത് ഇപ്പോഴും കൊക്കിട 75 ഇട്ട മുട്ടയുടെ കണക്കാ. ഞാൻ 2 മുട്ട ഇട്ടായിരുന്നു കേട്ടോ. എന്തോ മുട്ടയായിരുന്നു എൻ്റെ മുട്ട കാണാനായിട്ട്. പിന്നെ ചെത്തോങ്കരയിൽ നിന്ന് വരാൻ ആൾക്കാർ എൻ്റെ ആ മുട്ട 82 2 മുട്ട ഇട്ട ജീവൻ പിന്നെ കൊക്കുക, കണ്ടവാനം കൊക്കുന്നുണ്ട്.
ഞാനൊരു കാര്യം പറയാം, വചനത്തിൽ നിന്നല്ല, എന്നാ ഒരു നാടൻ പ്രയോഗം നിങ്ങൾക്കറിയാം. ആര് കുത്തിയാലും അരി വെളുക്കട്ടെ. ഇനി പൗലോസ് പറഞ്ഞ പറവേട സ്പർദ്ധയോടാന്നേലും വൈരാഗ്യത്തിനാൽ യേശുവിനെയല്ലേ പ്രസംഗിക്കുന്നേ? യേശുവിന്റെ നാമമല്ലേ? അവിടുത്തെ നാമം അത്ഭുതത്തിന്റെ നാമമാ, അതിശയത്തിന്റെ നാമമാ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാ യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. ഇതെല്ലാ നാമത്തിലും മേലായ നാമമാ. ഇന്ന് രാത്രി രോഗത്താൽ ഭാരപ്പെട്ട ആരേലും വന്നെങ്കിൽ ഈ പരിശുദ്ധ നാമത്താൽ യേശു നിന്നെ സൗഖ്യമാക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പണരാൽ ഇന്ന് രാത്രി സൗഖ്യമാ. നിന്റെ രക്തത്തിനകത്ത് അസ്ഥിക്കകത്തും മറ്റക്കകത്ത് കുടിയിരിക്കുന്ന രോഗാണുക്കളെ ഇന്ന് രാത്രി ഉരുക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപാര ശക്തി. രോഗിയായിട്ട് വന്നവർ ഇന്ന് രാത്രി സൗഖ്യത്തോടെ പോകണം. രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവം, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീറ്റുന്ന ദൈവം, ഇന്ന് രാത്രി നിന്നെ വിടിവിക്കുന്ന യേശു. ഭൂതങ്ങൾ വിട്ടുമാറും യേശുവിന്റെ നാമത്തിൽ. പുതുഭാഷയിൽ സംസാരിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ ഇന്ന് രാത്രി സൗഖ്യമുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന യേശു, നിന്നെ സൗഖ്യമാക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ പന്തലിന്റെ കീഴിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. അതിവേഗത്തിലോടുന്ന വചനം, എന്റെ വായിന് പുറപ്പെടുന്ന എൻ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗശാന്തി വെളിപ്പെടട്ടെ. ഈ രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി. ഇന്ന് രാത്രി വിടുവിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി യേശു നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. രോഗശാന്തി ഇന്ന് രാത്രി പന്തലിൽ നിന്റെ ശരീരത്തിൽ കുടിയിരിക്കുന്ന രോഗാണുക്കൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രി. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. മനസ്സിന് സ്തുതി എന്ന മേലാണ്. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കട്ടെ. രോഗശാന്തിയും ആരോഗ്യമുണ്ടാകട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. എല്ലാ കെടുതികൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കുമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം,
അവിടെ ഇരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, മറിയ അവിടുത്തെ തൃപ്പാരത്ത് തൈലമൊടിച്ചു. ഇത് കമ്മിറ്റിക്ക്, എന്റെ ഭാഷയെ കമ്മിറ്റിക്കാരോടോ ഇസ്കറിയോത്ത യൂദയോടോ അന്ത്രയോസിനോട് പീറ്ററിനോട് ആരോടും ഞാനൊരു കാര്യം പറയാം, ചില വിഷയമൊന്നും ആരോടും ചോദിക്കരുത്. ചോദിച്ചാൽ യുവമാര് സമ്മതിക്കുകയല്ല. എടാ, നിന്റെ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണമെങ്കിൽ നീ കമ്മിറ്റിയിലിട്ടാ ഇവൻ ഗുണപ്പെടാത്തവനാ, സമ്മതിക്കുകയല്ല. പ്രാർത്ഥിച്ച് വിടുതലെടുക്കേണ്ടത് നീയാ, ആരാധിച്ച് വിടുതലെടുക്കേണ്ടത് നമ്മക്കാ. ചോദിച്ചാൽ ചിലർ അനുവദിക്കുകയല്ല, ചിലർ സമ്മതിക്കും. മറിയയ്ക്ക് ഇവരെ എല്ലാം നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ എത്രയോ പ്രാവശ്യം ഈ വീട്ടിൽ വന്ന യേശുവും ശിഷ്യന്മാരും മറിയ മാർത്തയൊക്കെ നല്ല കൂർമ്മബുദ്ധിക്കാരാ. അപ്പൊ മറിയ അന്ന് ഇവനെ എല്ലാം നോട്ട് ചെയ്ത്, ഇവൻ എന്ന് വന്നാൽ ഈ വീട്ടിൽ പല പ്രാവശ്യം ഇവൻ പ്രാർത്ഥിക്കല്, ഇവനെ പോലെ മൊബൈലിൽ കളിച്ചിരിക്കുക. ആരാ? അന്ത്രയോസ്. ഇവനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അയ്യോ, കൺവെൻഷൻ നടക്കുമ്പോൾ, യോഗം നടക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് മൊബൈലിൽ കളിക്കുന്ന ഉപദേശിമാരുണ്ടല്ലോ, ഉണ്ടെന്ന്. എൻ്റെ എൻ്റെ കൈ കെട്ടിയാ എടുത്ത് ഒറ്റ ഏറങ്ങറിയണം. എടാ, ആകെ 3 മണിക്കൂർ ആ സഭായോഗം. മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ച് സഭായോഗം നടത്ത്. നീ പന്നി മാന്തും പോലെ എന്ത് ഇതിനും വേണ്ട മാന്തുന്നേ. ഒരു 3 മണിക്കൂർ അങ്ങ് മാറ്റി വെക്കേ. 3 മണിക്കൂറായി സ്റ്റേജിലിരുന്ന് യോഗം നടക്കുമ്പോൾ മൊബൈലിൽ സംസാരിക്കുകയും, യോഗത്തിൻ്റെ എന്നെ ഉണ്ട് വിശേഷം, പിന്നെ വിളിക്കാം. ബോധമില്ലേ എന്നെ? അല്ല, ഒരു ബോധവും ഇല്ലെന്ന് വാക്യമുണ്ട്. ഒരു ആരാധനയില്ലേ, ശുശ്രൂഷയല്ലേ? അല്ല, അന്നേരം പവിത്രതയോടെ തന്നെ ചെയ്യേ. സ്തോത്രം. അപ്പം മാർത്തയൊക്കെ ഈ ശിഷ്യന്മാരെയൊക്കെ ശ്രദ്ധിക്കും. ശിഷ്യന്മാർ ചെയ്തെന്നല്ല ഞാനീ പറഞ്ഞത്. ഇന്നത്തെ ശിഷ്യന്മാർ ചിലര്, എല്ലാവരും അല്ല. പ്രാർത്ഥിക്കുന്നത് എപ്പോഴും മൊബൈല് വേണ്ടെന്നല്ല, അതല്ല ഈ വന്ന കാലത്ത് ആവശ്യമാണ്. പക്ഷേ ഒരാത്മിക ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ഒരു യോഗം പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ അതിൻ്റെ നടത്തിപ്പിലായിരിക്കണം. അതിനിടയ്ക്ക് വേറെ ഒരു പണിയും പാടില്ല. അവിടെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം സന്ദർഭം വന്നുകൊണ്ട് വായിപ്പിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 10:9 തോന്നുന്നു. ഞാൻ ആ വാക്യം അങ്ങ് മറന്നുപോയി. 10:9 വായിച്ചേ. നിന്നെ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ച 1 രാജാക്കന്മാരാണോ? നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. യഹോവ ഇസ്രായേലിനെ എന്നേക്കും സ്നേഹിക്കൊണ്ട് നീതിയും ന്യായവും നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു. അവൾ രാജാവിന് 120 താലന്ത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു. 6-ാം അധ്യായത്തില് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായി യാതൊരു ഇരുമ്പായുധത്തിന്റെ ഒച്ച ആലയത്തിൽ കേൾപ്പാനില്ലായിരുന്നു. വേറൊരു വാക്യം വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും, അടിസ്ഥാനം മുതല് ഉത്തരക്കല്ല് വരെയും, പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി. നിർത്ത തോതിന് വെട്ടണം. നമ്മുടെ തോതിനല്ല വെട്ടേണ്ടത്, ദൈവം ഒരു തോത് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? സെക്രട്ടറിയുടെ തോതിനല്ല കല്ല് വെട്ടേണ്ടത്. ഇപ്പൊ മിക്കയിടത്തും സെക്രട്ടറിയുടെ തോതിനാ, പുള്ളി രാവിലെ ഒരു തോതുമായിട്ട് വരും. ട്രഷറിന്റെ തോതിനുമല്ല കല്ല് വെട്ടുന്നത്, കമ്മിറ്റിക്കാരുടെ തോതിനുമല്ല കല്ല് വെട്ടുന്നത്. ദൈവം വെച്ചൊരു വ്യവസ്ഥയുണ്ട്, തോതിന് കല്ല് വെട്ടണം. ഒന്നുകൂടെ വായിച്ചേ. ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി. അടുത്തത് പുറവും ഈർച്ചവാളും പുറവും ഈർച്ചവാൾ കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട ഈ കല്ലുകൊണ്ടാ പണിയുന്നത്. ഇങ്ങനത്തെ കല്ല. ഞാൻ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. അകവും പുറവും ഈർച്ചവാൾ കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ല് എന്ന് പറഞ്ഞ ആന്തരിക ശുദ്ധീകരണോ ബാഹ്യ ശുദ്ധീകരണോ രണ്ടും വേണം.
അകവും പുറം ചില പറഞ്ഞ അകം ക്ലിയർ ആയാൽ മതി. അകവാ ക്ലിയർ ആകണ്ടേ, പുറം എങ്ങനെ ആയാലും എന്നാൽ അകം നന്നായിട്ട് ക്ലിയർ. നീ തുണി കൊടുക്കാതെ റാന്നിലോട്ടൊന്ന് ഇറങ്ങിക്കേ, തിരിച്ച് വീട്ടിൽ ചെല്ലുകയല്ല. എൻ്റെ അകം ക്ലിയർ ആകട്ടോ, അകവും ക്ലിയർ ആകണം, പുറവും. അകവും പുറവും ഈർച്ചമാള് കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ല്. ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ആ ഭാഗം നിൽക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാ പണിയേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ മറിയ ഇതാരോടും ചോദിച്ചില്ല, ആരോടും ചോദിക്കാതെ ഈ സ്വച്ഛജഡമാംസ തൈലം അവിടുത്തെ തൃപ്പാനത്തിൽ അങ്ങോടിച്ചു. ശിഷ്യന്മാര് ഇവക്ക് നന്നായിട്ട് അറിയാം, പലപ്പോഴും ഇവിടെ വന്ന് താമസിച്ചതല്ലേ. ഇവന്റെ എല്ലാം നോട്ടവും ഇരിപ്പും ആ പമ്മി മാല കണ്ടിട്ടുള്ള നോട്ടവും. നിങ്ങൾ ചിലരെ നമ്മൾ നോക്കുമ്പോൾ അവർ എങ്ങോട്ട് നോക്കും, നമ്മൾ അങ്ങോട്ട് നിൽക്കുമ്പോൾ അവർ നമ്മളെ നോക്കും. സൂത്രക്കാരാ അവര്, നേർക്ക് നേരെ നോക്കി സംസാരിക്കുകയല്ല, കണ്ണെ നോക്കി കാര്യം പറയുകയല്ല. നമ്മൾ നോക്കുമ്പോൾ അവര് നമ്മളെങ്ങോട്ടെങ്കിലും നോക്കുമ്പോൾ വലിയ സൂത്രക്കാരാ. ഇവർക്ക് മറിയയ്ക്കും മാർത്തയ്ക്കും വരെയെല്ലാം നന്നായിട്ട് അറിയാം. അപ്പം മറിയയ്ക്ക് മനസ്സിലായി യവന്മാരോട് ചോദിച്ചാൽ യവന്മാർ ഒരു തരത്തിലും അനുവദിക്കുകയല്ല. അതുകൊണ്ട് ആരോടും മിണ്ടിയില്ല. യേശു വീട്ടിൽ വന്നിരുന്ന് അത്താഴമൊരുക്കി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയപ്പോൾ അകത്ത് എന്ന്, എൻ്റെ ഭാഷയാ, അകത്ത് എന്ന് ആരോടും പറയാതെ ഒരു ഭരണി വെങ്കൽ ഭരണി സ്വച്ഛ ജഡമാംസി തൈലമെടുത്ത് ആ കർത്താവിൻ്റെ തൃപ്പാനത്തിൽ മറിയ കൊണ്ടങ്ങ് പൂശി തലമുടി കൊണ്ട് തുവർത്തി. അപ്പോൾ യൂദ കയറി എടഞ്ഞു. അയ്യോ, ഇത് ദരിദ്രന്മാർക്ക് കൊടുക്കരുത്, ഇവള് ഇത് കമ്മിറ്റി പറയാതെ ഇവളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയല്ലയോ, ഒന്നുമില്ലേ എന്നോടെങ്കിലും പറയണ്ടോ, 300 വെള്ളിക്കാശിൻ്റെ പൂശിക്കുമോ, പക്ഷേ ഇത്ര ഒന്നും പൂശണ്ട കാര്യം ഇല്ല, ഞങ്ങളുമൊക്കെ കുറച്ച് കൊല്ലമായിട്ട് പൂശുക. പിന്നെ ഇവക്കൊരു പ്രത്യേക പൂശിന്ന് പല അഭിപ്രായങ്ങളല്ലേ, അവളതൊന്നും മൈൻഡ് ചെയ്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഭാഗം വിട്ടേക്കാം, നിങ്ങൾ വചനം പരിജ്ഞാനമുള്ളവരാ. നമ്മുടെ കർത്താവ് ഈ പെസഹയ്ക്ക് 6 ദിവസം മുമ്പാ അവിടെ ചെന്നത്. അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് പെസഹ കഴിഞ്ഞ് നമ്മുടെ കർത്താവ് ആ മാറ്റിവെച്ച അപ്പവും എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് പങ്കിട്ട് വാങ്ങി ഭക്ഷിക്കണമെന്ന് പറഞ്ഞ് അന്ത്യത്താഴം കഴിഞ്ഞ് നമ്മുടെ കർത്താവ് കിദ്രോൻ തോടുമൊക്കെ കടന്ന് ഒലിവുമലയ്ക്ക് പോവുക. ഒലിവുമലയ്ക്ക് കയറ്റം കയറി ചെന്ന് ആ ഗതസമനെ ചെന്ന് അവൻ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളും പേറിക്കൊണ്ട് യേശു ഗതസമനെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിയർപ്പ് തുള്ളി, വിയർപ്പുകളെല്ലാം രക്തത്തുള്ളിയായി നിലത്ത് വീഴുകയാ. എന്തിന്? എന്റെയും നിന്റെയും ഞാനും നീയും ചെയ്തു കൂട്ടിയ കാട്ടിക്കൂട്ടിയ സകല അക്രമങ്ങളും അനീതികളും പാപങ്ങളും ശാപങ്ങളും യേശു നമുക്ക് വേണ്ടി വഹിക്കുക. എന്നെയും നിങ്ങളെയും വഹിച്ചവിടുന്ന് പ്രാർത്ഥിച്ച് വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. അവൻ സകല മനോവേദനയോടെ, അവിടെ ഒരു പദമുണ്ട് പ്രാണവേദനയിലായെന്ന, പ്രാണവേദനയിൽ ഞാനും നിങ്ങളും അവനത് വേദനപ്പെടേണ്ടത് യേശു നമുക്ക് വേണ്ടി വേദനപ്പെട്ടു. ഞാനും നിങ്ങളും സഹിക്കേണ്ടത് യേശു സഹിച്ചു. അവിടുന്ന് ഗരസമനെ വെച്ച് ഉറക്ക നിലവിളിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ കർത്താവിനോട് ദൈവത്തോട് അപേക്ഷിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ. അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശത്താനിതേ. പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദം അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമേ. പാപി എനിക്കായി നൊന്തലറിടുന്ന അതാ കേൾക്കുന്നു ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഗെത്സമനെ വെച്ച് അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് വിയർപ്പ് രക്തത്തുള്ളിയായി, അവൻ പ്രാണവേദനയിലായി. എന്തിനേറെ
യൂദയുടെ ഒറ്റിക്കൊടുപ്പിനാൽ വാളും വടിയും തീവട്ടിയും ബന്ധങ്ങളുമായി കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ, ആ ഭീകരനെ പിടിച്ചു കെട്ടുമ്പോൾ നമ്മുടെ അരുമനാഥനെ പിടിച്ചു കെട്ടി അടിച്ച് അതെ ആക്ഷേപിച്ച് പരിഹസിച്ച് നിന്ദിച്ച് എന്തിനേറെ നിങ്ങൾക്കറിയാം, പല കോടതി അന്ന് രാത്രി മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. പീലാത്തോസും ഹന്നാസും കയ്യപ്പാവും ഹെരോദാവും ഒക്കെ മാറി മാറി വിസ്തരിച്ചു. സന്നിധി സംഘങ്ങളൊക്കെ വിസ്തരിച്ചു, ആക്ഷേപിച്ചു, അവിടുത്തെ പരിഹസിച്ചു, മുഖത്ത് കാർക്കിച്ച് തുപ്പി, കണ്ണ് മൂടിക്കെട്ടി അവിടുത്തെ കന്നത്തടിച്ച്, മുഖത്തെ രോമമെല്ലാം ചവണ കൊണ്ട് പിടിതെടുത്ത് മുൾക്കിരീടം കൊണ്ട് തലയിൽ ആഞ്ഞടിച്ച് മുള്ളകത്തോട്ടിറങ്ങി കണ്ണ് വെളിയിലോട്ട് ഉന്തി വന്നെന്നൊക്കെ ആ ചരിത്രം പഠിപ്പിക്കുന്നത്. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപമാക്കപ്പെട്ടു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പീഡകൾ സഹിച്ച് കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് കഠോര കൃതകന്മാരാകുന്ന റോമൻ പടയാളികൾ ദാക്ഷണ്യം കൂടാതെ ചാട്ടമാറി ചുഴറ്റി അടിച്ച് ഈ ചാട്ട പറിക്കുമ്പോൾ പച്ചമാംസം അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് ഇരുന്ന് പറഞ്ഞ് കീറി. പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാര് പാടി നമുക്കറിയാം, അവിടുത്തെ മുതുക ഉഴവരാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ടവനായി. കണ്ടാൽ ആളെന്നോരുമാർ ആക്ഷേപിച്ച് പരിഹസിച്ചും പ്രവാചകൻ പറയുക, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവിടുത്തെ താഴ്ചയിൽ ന്യായം കിട്ടാതെ എന്തിന് അവൻ സ്തോത്രം, ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ, എൻ്റെ നിന്റെ ഈ പാപം പരിഹരിക്കുവാൻ, ഞാനും നീയും മോക്ഷം പ്രാപിക്കുവാൻ, എൻ്റെ നിന്റെ ശാപദോഷങ്ങൾ മാറിപ്പോകുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്ക് ഈ പീഡകളെല്ലാം സഹിച്ച് ഒടുവിൽ മരക്കുരിശും ചുമന്നുകൊണ്ട് വേച്ചും മറച്ചും കാൽവറിയിലേക്ക് നടന്ന് ആമേൻ പോയ ക്രിസ്തു കാൽവറിയുടെ കൊലമരത്തിൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാടുകളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു. ഇന്ന് രാത്രി എൻ്റെ സ്നേഹിത, നീ കാൽവറിയിലേക്ക് കണ്ണുകളെ നോക്ക്. നിനക്ക് വേണ്ടി ഒരുവൻ തൂങ്ങപ്പെട്ട് കിടക്കുന്നു, നിനക്ക് വേണ്ടി ഒരുവൻ രക്തം ചിന്തുന്നു, നിനക്ക് വേണ്ടി ഒരുവൻ പ്രാണവേദനയിൽ കിടക്കുന്നു. നിന്റെ ജാപം മാറുവാൻ, നിന്റെ ലോചം മാറുവാൻ, നിന്റെ കെടുമതി മാറുവാൻ, നിന്റെ ശാപലോചം മാറുവാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന യേശുവിലേക്ക് ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി അവിടത്തോട് വിളിച്ചപേക്ഷയ്ക്ക് ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തി. അന്തന മനുഷ്യന് കാഴ്ച നൽകിയ കൈകളെ, അന്തന മനുഷ്യന് കാഴ്ച നൽകിയ കൈകളെ, രോഗികളെ സൗഖ്യമാക്കിയ തൻ കൈകളല്ലയോ ക്രൂശിൽ, രോഗികളെ സൗഖ്യമാക്കിയ തൻ കൈകളല്ലയോ ക്രൂശിൽ. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ, കാണുന്നു ഞാൻ കാൽവരി മാമല. യോന ചെയ്ത തെറ്റിന് കാറ്റുപടകിലാഞ്ഞടിച്ചത്, യോന ചെയ്ത തെറ്റിന് കാറ്റുപടകിലാഞ്ഞടിച്ചത്, ഭീകരമാം ശോധനയതോ പടകിലല്ലയോ തീർന്നത്, ഭീകരമാം ശോധനയതോ പടകിലല്ലയോ തീർന്നത്. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ തൻ മുൻപിലാ, കാണുന്നു ഞാൻ കാൽവരി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, 5 പൈസ മുടക്കേണ്ട, മെഴുകുതിരി കത്തിക്കേണ്ട, നിലവിളക്ക് കൊളുത്തണ്ട, അരി വേണ്ട, പൊരി വേണ്ട, മലരി വേണ്ട, വാഴക്കൊല വേണ്ട, ഏത്തക്കൊലൊക്കെ വേണ്ട, പൂവങ്കോടിയ വേണ്ട, പെടേന വേണ്ട,
ആട് വേണ്ട, പോത്ത് വേണ്ട, കാള വേണ്ട, ഒന്നും വേണ്ട, നിന്റെ വസ്തു വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് രാത്രി 5 പൈസയും കൊണ്ടുവരണ്ട, ഒരു സാധനം ഭൗതിക വസ്തുക്കൾ ഒന്നും വേണ്ട. ഇന്ന് രാത്രി അനുതാപകൃതത്തോടെ നീ ഏത് മരത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ടവനാകട്ടെ, കറുത്തവനോ വെളുത്തവനോ പണ്ഡിതനോ പാമരനോ കുചേലനോ കുബേരനോ താണവനോ ഉയർന്നവനോ വെളുത്തവനോ കറുത്തവനോ ആരുമാകട്ടെ, മനുഷ്യനാ നിന്നെ സ്നേഹിച്ച യേശു സ്വർഗമഹിമ വിട്ട് വന്നത്, നിന്നെ ഇഷ്ടപ്പെട്ട അവിടെ നിന്നെല്ലാം വെടിഞ്ഞോട്ട് വന്നത്. ഇന്ന് രാത്രി നിൽക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് ഞാൻ സാധാരണ ഉപദേശമാര് പറയാൻ പോലെ കൈ പൊക്കാനും ഒന്നും ഞാൻ പറയാറില്ല. കൈയൊന്നും പൊക്കിയില്ലെങ്കിലും നീ ഹൃദയവേദനയോടെ അനുതാപത്തോടെ ഇന്ന് രാത്രി കാൽവറിയിലേക്ക് കൺകൊളുയർത്തി യേശുവിനോട് പ്രാർത്ഥിര്, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരുവനെ ഉള്ളൂ, നസറയനാകുന്ന യേശു. ആ യേശുവിലേക്ക് കൺകൊളുയർത്ത്. കർത്താവ് കാമൻ കുരിശിൽ തൂങ്ങിക്കിടക്കുക, അവിടുന്ന് ഉപദ്രവിച്ച് പീഡകളെല്ലാം സഹിച്ച് മാറി മാറി വിസ്തരിച്ചു. നമ്മുടെ കർത്താവിൻ്റെ ആ കഷ്ടാനുഭവങ്ങളെ പറ്റി പത്രോസ് പറഞ്ഞ പദമറിയാ, ആമ തന്നെ ശകാരിച്ചിട്ട് പകരം ഒന്നും ശകാരിച്ചില്ല. പകരം ശകാരിക്കരുത്, പകരം ഒന്നും ചെയ്യരുത്, പകരം ഒന്നും പറയരുത്, പറയരുത്. ഞാനീയിടെ ഒരുത്തനോട് പറഞ്ഞേടാ, നീ എന്നെ കണ്ട് പഠിക്കേ, നീ എന്നെ അവൻ പാപം ചെയ്തു. അല്ല, നീ എനിക്ക് വിടവ് തരാം, ഞാനിതൊന്ന് പറഞ്ഞേച്ച്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു വരിക. അല്ല, അവൻ പാപമൊന്നും ചെയ്തില്ല. അതാ ഞാൻ അവനോട് ഒരാൾ പറഞ്ഞ്, നീ എന്നെ കണ്ട് പഠിക്കേ, പകരം പറയരുത്, പകരം ചെയ്യരുത്. പകരം പറയുന്നത് നമ്മുടെ മാർഗമല്ല, പകരം ചെയ്യുന്നത് നമ്മുടെ മാർഗമല്ല. സ്തോത്രം. നമുക്ക് യേശു പഠിപ്പിച്ച മാർഗം വിശേഷ മാർഗമാണ്. ഇവിടെ അടിച്ചാൽ ഇവിടെ കൂടെ കാണിക്കാനാ. അടിച്ചു നോക്കണം. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക നടക്കണം. ഉടുപ്പ് ചോദിക്കുന്നവന് പുതപ്പും കൊടുക്കണം. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക. പുസ്തകം തരാൻ നല്ല പ്രാഗൽഭ്യത്തോടെ പറയാം. നീ പകരം പറയരുത്, പകരം ചെയ്യരുത്. യേശു അതാ പഠിപ്പിച്ചേ. തന്നെ ശകാരിച്ചിട്ട് പകരം മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി അവർ മുടിഞ്ഞു പോകാനും പ്രാർത്ഥിക്കരുത്, നന്നായി വരാൻ. അതാ യേശുവിന്റെ മാതൃക. തന്നെ ശകാരിച്ചിട്ട് യേശു പകരം ശകാരിക്കാതെയും. അല്ല, ഇവരെല്ലാം മാറി മാറി വിസ്തരിച്ചല്ലോ. ഒരു ശീലം പാടിക്കോട്ടെ, 10 പറയണം. അന്നാച്ചൻ കയ്യപ്പാവും അന്നു നിന്നെ, അന്നാച്ചൻ കയ്യപ്പാവും അന്നു നിന്നെ നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, നിന്നിച്ചു പീഡ ചെയ്തെല്ലാം സഹിച്ചുവല്ലോ, മറുത്തതില്ലതല്ലോ റോമാ ഗവർണർ മുന്നിലും നീ, മറുത്തതില്ലതല്ലോ റോമാ ഗവർണർ മുന്നിലും നീ. നന്നായി പഠിച്ചടികൾ നിൻ സൗമ്യമാം സ്വഭാവം, നന്നായി പഠിച്ചടികൾ വൻ പ്രതികൂല മധ്യ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ, വൻ പ്രതികൂല മധ്യ ഓ തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുൾക നീ സദനം, തിരുമുഖ പ്രകാശം ഞങ്ങൾ. അതിന്റെ ഒടുവിലത്തെ ഒരു ലൈന് സൈമൺ സാർ എഴുതിയിരിക്കുന്നത് ഒടുവിലത്തെ ലൈനാ. തത്വവിത്വാ മുനിയെ ദുഷ്ടാലോക ശനിയെ, തത്വവിത്വാ മുനിയെ ദുഷ്ടാലോക ശനിയെ, സത്യവേദ ധ്വനിയെ ജീവഗമ കനിയെ, സത്യവേദ ധ്വനിയെ ജീവഗമ കനിയെ, കരുണയും ധ്വനിയെ ഞങ്ങൾ വരുന്നിതാതനിയെ, കരുണയും ധ്വനിയെ ഞങ്ങൾ വരുന്നിതാതനിയെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുംഗപ്രതാപ വണങ്ങിടും നടിയാർ അവ പാദങ്ങളാസ, വണങ്ങിടും നടിയാർ അവ
മാതൃക. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, ഭീഷണം അനുഭവിച്ച കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണവും പറഞ്ഞില്ല. കഷ്ടപ്പെടുത്തിയ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. അതാ യേശു. ഭീഷണിപ്പെടുത്തരുത്, എല്ലാം ന്യായമായി വിധിക്കുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ കർത്താവ് കഷ്ടാനുഭവങ്ങൾ സഹിച്ച് ക്രൂശിൽ തൂങ്ങപ്പെട്ടു. ഉറക്ക നിലവിളിച്ച് അവിടുന്ന് പ്രാണനെ വിട്ടു. മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ ഒരു പടയാളി കൊണ്ടുവന്ന് വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടെന്ന്. എനിക്കൊന്ന് PV തൊമ്മി എഴുതിയ വളരെ പ്രചാരമായൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഞാൻ ഈ ഇടയ്ക്ക് പാട്ട് പാടുന്നതെല്ലാം മെസ്സേജാണ്. ഈ ബോധമുള്ളവർക്ക് അതറിയാം. വിവരദോഷികൾ പറയും പാട്ടായിരുന്നു. എടാ പൊട്ടാ, ആ പാട്ടിനകത്ത് തൊമ്മിച്ചൻ എഴുതി വെച്ചേക്കുന്ന ദൂത. നിനക്ക് ബോധമില്ലാത്ത എൻ്റെ കുഴപ്പമാണോ? PV തൊമ്മി എന്തോ നല്ല ശ്രേഷ്ഠനായ കർത്തദാസൻ മൺമറഞ്ഞു എഴുതി വെച്ചിരിക്കുക. കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുത്തു. കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുത്തു. കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും. ഉടനെ കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും. കരുണയില്ലാത്ത പടയാളി ഒരു പെരിയ കുന്തം അങ്ങെടുത്തു. കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും. ഉടനെ അവിടുത്തെ ചങ്കിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. മരിച്ചെന്നുറപ്പ് വരുത്തിയപ്പോൾ ആമെ അരിമത്തയിലെ യോസേപ്പും രാത്രി വന്ന് നിക്കോദോമസും കൂടെ ചേർന്ന് പീലാത്തോസിന്റെ അനുവാദം പേറി നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ തിരുശരീരം, അവിടുത്തെ പൊൻ ശരീരം ആ ക്രൂശിൽ നിന്ന് ഇറക്കി 100 രാത്രി സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലക്കകത്ത് അവിടുത്തെ തിരുശരീരം അവൻ പൊതിഞ്ഞ് അരിമത്തയിലെ യോസേപ്പിന്റെ ആരം വെക്കാത്ത ആ തോട്ടത്തിലെ കല്ലറയ്ക്കകത്ത് നമ്മുടെ കർത്താവിന്റെ ആ പൊൻ ശരീരം കൊണ്ടുവന്ന് തിരുശരീരം കൊണ്ട് മറവ് ചെയ്ത് കല്ലുമെല്ലാം ഉരുട്ടി. ചരിത്രം നിങ്ങൾക്കറിയാം. മുദ്രയൊക്കെ വെപ്പിച്ചു. ഏതാണ്ട് 100 പടയാളികളെ കാവലേർപ്പെടുത്തി. കാരണം അവർ പറഞ്ഞു ഈ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞു. ഇനി അവന്റെ ശിഷ്യന്മാർ വല്ലതും ഒന്ന് അടിച്ചു മാറ്റി. ഇമാരടിച്ചു മാറ്റാനും ചിലർ മിടുക്കരാ. അവരല്ല ഇന്നത്തെ ശിഷ്യന്മാർ ചിലര്. അവരെന്ന് പറഞ്ഞു ഇവരടിച്ചു മാറ്റി. പിന്നെ ഉയർത്തുന്നെങ്ങ പറഞ്ഞാൽ പിന്നെ അത് ദോഷമാണ്. അതുകൊണ്ട് പടയാളികളെ കാവലേർപ്പെടുത്തി കല്ലുവൊക്കെ ഉരുട്ടി വെച്ച് മുദ്രയും വെച്ച് സീലുവൊക്കെ ചെയ്ത് എല്ലാവരും കാവലേർപ്പെടുത്തി നിന്നപ്പോൾ അവൻ പൗലോസ് കൊരിന്ത്യർ ലേഖനം 15 നിങ്ങൾക്കറിയാം. തിരുവെടുത്ത് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം കല്ലറയെ ഭേദിച്ച് ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. ഇന്നും അവിടുന്ന് ജീവിക്കുന്ന ദൈവമായി നാം നടുവിലുണ്ട്. ഇതുപോലെ മരിച്ചുയർത്ത ഒരുവനില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഇനി ഉയർക്കുന്നത് കർത്താവിന്റെ വരവിൽ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് 3-ാം ദിവസം കല്ലറയെ ഭേദിച്ച് ഉയർത്ത്. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പിന്നെ കേബാവിനും 12 എമ്മവസിപ്പോർക്കും കടൽക്കര വെച്ചും ബദാനി വെച്ചും മുറിയടച്ചിട്ടപ്പോഴൊക്കെ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. യാക്കോബിനും പ്രത്യക്ഷപ്പെട്ട് പൗലോസ് പറയാ ഒടുവിൽ അകാലപ്രജമുള്ള എനിക്കും പ്രത്യക്ഷനായി. ഒരു വരിയും കൂടെ പാടുക. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുഭനാജ്ഞ നൽകി. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുഭനാജ്ഞ നൽകി. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ 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 ഓ സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. മേദ്യനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി. മേരിയനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദ തൊട്ടറിയിക്കുവി. സ്വർലോകരാജൻ 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 ഓ സ്വർലോകരാജൻ
സ്വർലോകരാഗം സ്വർലോകരാഗം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അവിടുന്ന് ഉയർത്തതിനാൽ നമുക്ക് ജയമുണ്ട്. ആട്ടെ, ഇടയ്ക്ക് കയറി പറയാൻ വന്നത് അങ്ങനെ കർത്താവ് ഉയർത്തു. എന്നാൽ ഈ ക്രൂശീകരണം കഴിഞ്ഞ് സ്ത്രീകളെല്ലാം പോയി വിശ്രമിക്കുക. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഉറക്കമൊന്നും വന്നില്ലെന്നാ തോന്നുന്നത്. അതിരാവിലെ അതികാലത്ത് സഹോദരിമാരെല്ലാം ഒരുക്കിയ സുഗന്ധവർഗവും ഒക്കെ എടുത്തുകൊണ്ട് യേശുവിനെ കാണാൻ പോയി. ലിസിയാമ്മ പറയരുത്, ആരൊക്കെയാ പോയത്? സഹോദരിമാര് പറ. എൻ്റെ ഭാഷ എനിക്ക് പോകാനൊത്തില്ല, ഞാൻ പോകണമെന്നൊക്കെ ഓർത്ത്. അച്ഛൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞേ. മറ്റൊന്ന കാര്യത്തിൽ മറിയാം, പിന്നെ മറ്റേ മറിയാം. ആയിക്കോട്ടെ. ആട്ടെ, 2 പെണ്ണുങ്ങളെ 9:30 ഒപ്പിച്ചല്ലോ. ഇരിക്കെ. ഇനി നിങ്ങൾ പറ, സഹോദരിമാര് പറ. അത് രണ്ടും ശരിയാ. പുള്ളി തന്നെ പറയട്ടെ പാസ്റ്റർ, അയാളല്ലേ ആടി കയറി പറഞ്ഞെന്ന്. അതായിരിക്കും. ആരൊക്കെയാ പോയെന്ന്? അയ്യോ, ഉറക്കെ പറയാമേ. എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറയാമേ. അമ്മയെ ഉറക്കെ പറയാൻ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ മിണ്ടരുത്, അയാൾ ബോധമുള്ളവനല്ല കേട്ടോ. മഗ്ദലേമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങേ തേടി വന്നു. മഗ്ദലേമേരി അതിരാവിലെ രാവിലെ എവിടെയൊക്കെ പാട്ട് പാടുന്നുണ്ടെന്ന് അറിയാനെന്ന് പാടിയെന്നേ ഉള്ളൂ. അതെ, അപ്പോൾ ഓടിച്ച് പറയാം. മഗ്ദലേക്കാരത്തി മറിയ, പിന്നെ അച്ചായൻ പറഞ്ഞതാ മറ്റേ മറിയ, ശലോമ, പിന്നെ അത് തപ്പിയെടുത്തു. ശലോമ, പിന്നെ യാക്കോബിന്റെ അമ്മ മറിയ, അതാ മറ്റേ മറിയ, പിന്നെ സൂസന്ന, പുള്ളിക്കാരിയും പോയി, സൂസന്നയും പോയി, പിന്നെ യോഹന്ന. കാര്യം വന്നത് ഗുണമായി. അച്ചായൻ 2 പേരെ പറഞ്ഞു ഒപ്പിച്ചു. ബാക്കി പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ വല്ലതും പറയുമെന്നോർത്താ പാപം. അപ്പൊ എന്തായാലും മറ്റല്ലക്കാരത്തി മറിയ, മറ്റേ മറിയ, അച്ചായൻ പറഞ്ഞ പറവെടുക്കാം. മറ്റേ മറിയ, സൂസന്ന, യോഹന്ന, ശലോമ, ഇവരെല്ലാം ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് എങ്ങോട്ട് പോവുക? കല്ലറയിലേക്ക് പോകുക. മറ്റ് സ്ത്രീകളെന്ന് ഒരു പ്രയോഗമുണ്ട്, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ സൂക്ഷ്മമായി പഠിച്ചാൽ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് ഇവരെല്ലാം കല്ലറയിലേക്ക് പോകുക. സഹോദരിമാരെ എന്തെല്ലാം പറഞ്ഞായിരിക്കും പോകുന്നത്? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ, വീട്ടിൽ പോകണ്ട, അവിടെ എങ്ങാനും പമ്മി നിൽക്കുക. നമുക്ക് രാവിലെ പൂശിയേച്ച് യേശുവിനെ പൂശാൻ നടക്കുക. ഉടനെ ഒരു സഹോദരി പറഞ്ഞു, ഞാൻ ഇന്നാളൊന്ന് പൂശിയതാ അമ്മാമ്മ, പിന്നെ നിങ്ങൾ വരുന്നതുകൊണ്ട് ഞാനിവിടെ പൂശാന്ന് ഓർത്ത്. ഉടനെ സഹോദരി പറഞ്ഞു, തങ്കമ്മ ആദ്യം പൂശണം കേട്ടോടി. എന്നെ പറഞ്ഞ് മേരി ആദ്യം പൂശു, അവള് പൂശാന്നല്ലേ. ഇങ്ങനെയൊക്കെ നമ്മുടെ സഹോദരിമാരല്ലേ, നിങ്ങളായിരുന്നു ഇങ്ങനൊന്നും അല്ല പറയുന്നത്. എല്ലാവരും യേശുവിനെ പൂശാൻ സുഗന്ധവർഗമായിട്ട് അങ്ങോട്ട്. അപ്പൊ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കർത്താവ് ചിന്തിച്ച് കാണും, പൂശിക്കാം. ഇവരെല്ലാം യേശുവിനെ പൂശാൻ സുഗന്ധവർഗമൊക്കെ ഒരുക്കി കല്ലറയിലോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ച, കല്ല് ഉരുട്ടി മാറ്റി അതിൻ്റെ മണ്ടയിൽ ഒരു ദൂതൻ കയറിയിരിക്കുക. എന്തിനേറെ, കല്ലറ തുറന്നു കിടക്കുന്നു. യേശുവിനെ നോക്കി, യേശുവിനെ കാണുന്നില്ല, പൂശാനൊത്തില്ല. ഞാൻ എൻ്റെ വാക്കങ്ങ് നിർത്തുക. എടുത്ത വാക്യത്തിലൊന്നും വന്നില്ലെന്നറിയാം, സമയം മുമ്പോട്ട് പോയതുകൊണ്ട് മതി. ഇത് കേൾക്കാനുള്ളതൊക്കെ കേട്ടല്ലോ, അറിയാനുള്ളതൊക്കെ, ഗുണപ്പെടാനാണ് ഇതൊക്കെ മതി. ദൈവത്തിന് മഹത്വം. ഇവരെന്നും ചെന്നിട്ട് പൂശാനൊത്തില്ല. എന്നാൽ ഈ യോഹന്ന, സൂസന്ന, ശലോമ, മറ്റേ മറിയ, മറ്റല്ലക്കാരത്തി മറിയ, ഇവരെല്ലാം സുഗന്ധവർഗമായിട്ട് പോയി. എന്നാൽ ആ കൂട്ടത്തിൽ ബദാനികളെ മറിയയില്ല പൂശാൻ. കാരണം നിങ്ങൾക്കറിയാം, അവളെ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് അവസരം കിട്ടിയപ്പോൾ വീട്ടിൽ വെച്ച് സുഗന്ധം പൂശി. നിനക്ക് അവസരം കിട്ടുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇത് സുപ്രസാര കാലമാണ്.
അവളെ വിടുക, അവള് എന്റെ ശവസംസ്കാരത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അവള് സൂക്ഷിച്ചെന്നിരിക്കട്ടെ. അപ്പം മറിയ 6 ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നപ്പം മറിയയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഈ മറിയ പാറപടത്തിൽ ഇരിക്കുന്നത് ചുമ്മാ ഇരിക്കുകയല്ല, ജോലിയൊന്നും ചെയ്യാൻ കഴിയാനായിട്ടിരിക്കുകയല്ല. അങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ കഴിയത്തില്ല. രാവിലെ ഒരു ബാഗുമായിട്ട് എവിടെ പോകണം, ശുശ്രൂഷയുണ്ട്. എവിടാ ഇന്ന് ശുശ്രൂഷ? രാവിലെ അങ്ങ് കുളിയും കഴിഞ്ഞിറങ്ങും. ആ കുളിക്കുമെന്നുള്ളത് ആർക്കറിയാം? ഒരു ബാഗും തൂക്കി അങ്ങ് ഇറങ്ങുക കുടുംബത്തിൽ നിന്ന്. എന്നും അങ്ങ് ശുശ്രൂഷ. അവൻ കഞ്ഞിയും വെച്ച് കൂട്ടാനും വെച്ച് കൊച്ചുങ്ങളെ മൂക്കട്ടയും പിടിഞ്ഞ് അതിൻ്റെ കാച്ചട്ടയും കഴുകി, ബേബിയെ ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുക. എന്തി അവള് ശുശ്രൂഷ. രാവിലെ അങ്ങ് ഇറങ്ങി ശുശ്രൂഷ. വീട്ടുജോലിയൊക്കെ നന്നായിട്ട് ചെയ്ത് വീട്ടുകാരുമെല്ലാം ക്രമീകരിച്ചു പോകുന്ന മാന്യ സഹോദരിമാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല, അതിന് രാവിലെ അങ്ങ് അങ്ങനെ ഇറങ്ങുന്നവരുമുണ്ട്. പൗലോസ് പറഞ്ഞത് വീട് തോറും മെനക്കെട്ട് നടക്കുന്ന പെണ്ണുങ്ങളെന്നാണ്. വീട് തോറും മെനക്കെട്ട് നടക്കുക. അപ്പൊ ചിന്തിച്ചേ, ഈ മറിയ ഗുരുവിന്റെ മാറവിടത്തിൽ ഇരിക്കുന്നത് മെനക്കേടായിട്ട് വന്നിരിക്കുകയല്ല. അവൾ ആ തൃപ്പാനത്തിലിരുന്ന് അവിടുന്ന് വരുന്ന തിരുമൊഴികളെല്ലാം കേൾക്കുക. എൻ്റെ ഭാഷ പറഞ്ഞ അന്ന് പേനയും പേപ്പറും ഉണ്ടെങ്കിൽ അതെല്ലാം മറിയ ഇരുന്ന് നോട്ട് ചെയ്യുക. അപ്പൊ യേശു ഈ വീട്ടിൽ വരികയും യേശുവിൻ്റെ പ്രസംഗത്തിലൊക്കെ കൂടെ അവിടുന്ന് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, മനുഷ്യപുത്രൻ മരിക്കും, മനുഷ്യപുത്രനെ പിടിക്കും, മനുഷ്യപുത്രനെ പിടിച്ചു കെട്ടും, മനുഷ്യപുത്രനെ കൊല്ലാൻ കൊണ്ടുപോകും, മനുഷ്യപുത്രൻ മരിക്കും, 3-ാം ദിവസം ഉയർക്കും. യോനാ മത്സ്യത്തിന്റെ ഉദരത്തിരുന്നത് പോലെ മനുഷ്യപുത്രൻ ഇരിക്കും, ഈ മന്ദിരം പൊളിക്ക് 3 ദിവസം കൊണ്ട് പണിയും. ഇതൊക്കെ യേശു കൂടെ പറയും. മറിയ അതെല്ലാം നോട്ട് ചെയ്തു, ഇതെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ സംഗ്രഹിച്ചു. അപ്പൊ എൻ്റെ ഭാഷ പറഞ്ഞ മറിയയ്ക്ക് നല്ല ഉറപ്പ്. പോയിന്റ് മാത്രം എഴുതിയെടുക്കുകയല്ല, എഴുതിയ പോയിന്റ് എല്ലാം മറിയ വിശ്വസിച്ചു. നീ പോയിന്റ് എഴുതുന്നതൊക്കെ നല്ലതാ, പക്ഷേ ഒറ്റ പോയിന്റ് നിനക്ക് വിശ്വാസമില്ലല്ലോ. കൺവെൻഷന് വരുന്ന 7 പോയിന്റ് മാറ്റ, പക്ഷേ ഈ ഒറ്റ പോയിന്റ് മുള്ളിക്ക് ദൈവം പ്രവർത്തിക്കും, വിശ്വസിക്കുക. എന്നിട്ട് അടിയിലെടുക്കുക അക്കൗണ്ട് നമ്പർ. അടിയില് അക്കൗണ്ട് നമ്പർ എന്ന് ഞാൻ പറഞ്ഞ കേട്ടില്ലേ? പോയിന്റ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. വിഷയം എന്നാ? ദൈവസ്നേഹം. അഗാപ്പേ. അനിയനോട് മിണ്ടിയിട്ട് എത്ര വർഷമായടാ? ആകപ്പേ ആ, നമ്മുടെ വിഷയം എന്നാ? കൊയിനോനിയ. അറിയാമല്ലോ എന്നാ? എന്തുവാ കൊയിനോനിയ? കൂട്ടായ്മ. കൂട്ടായ്മ എന്നല്ലേ? ഗ്രീക്കോ തമിഴോ എന്തെങ്കിലും ആട്ടെ, കുന്തം. കൊയിനോനിയ, കൂട്ടായ്മ. അപ്പുറത്തെ വീട്ടിൽ യോഗം വെച്ചാൽ പോകില്ല. അതിന് അവര് ഡിവിഷൻകാരാ. അതാണോ കൊയിനാനിയ? അവിടെ യോഗം വെച്ചാൽ പോലെ അവരെ സ്റ്റേറ്റ്. ഇതാണോ കൊയിനോനിയ? അതേതാ? അത് ജ്ഞാനായ പെന്തിക്കോസ്. ഇതേതാ? സിറിയൻ പെന്തിക്കോസ്. ഇതേതാ? അത് എന്തുവാ? സുറിയാനി. ഇതാണോ കൊയിനോനിയ? മിണ്ടുന്നില്ല. അല്ല മിണ്ടണ്ട. എന്തിനാ മിണ്ടുന്നത്? പോയിന്റ് എഴുതിയെടുത്താൽ പോരാ, എഴുതിയ പോയിന്റ് വിശ്വസിക്കണം. മറിയ തൃപ്പാരത്തിലിരുന്ന് പോയിന്റ് എഴുതുമ്പോൾ മറിയക്ക് ഒരു കാര്യം അറിയാം, അവിടുന്ന് പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെടും, അവിടുന്ന് പറഞ്ഞതുപോലെ പിടിച്ചു കെട്ടും, അവിടുന്ന് പറഞ്ഞതുപോലെ മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ, അവിടുത്തെ ഉപദ്രവിക്കുമ്പോൾ, ഒരു പക്ഷേ ചിലപ്പോൾ ആ പ്രത്യേക സന്ദർഭത്തിൽ എനിക്ക് സുഗന്ധവർഗം പൂശാനും ചെല്ലാനും ചിലപ്പോൾ ഒത്തില്ലെങ്കിൽ എന്തോ പറ്റും, ഞാൻ എന്തോ ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗുരു. ആരും എന്നെ തടയത്തില്ല, ഒരുത്തരും എന്നെ ശല്യപ്പെടുത്തത്തില്ല. ആ ഗുരു എൻ്റെ അടുക്ക എൻ്റെ വീട്ടിൽ വന്നിരിക്കുക. അവൾ ആരോടും ചോദിച്ചില്ല. 1 വർഷത്തോളം കരുതി ഒരുക്കി വെച്ച ആ സുഗന്ധ സ്വച്ഛജടമാംസി തൈലം, മറിയയുടെ ഹൃദയത്തിലെ ചിന്ത, അവിടുന്ന് പങ്കപ്പാടുകളും വീടുകളൊക്കെ റോമൻ പടയാളികളും മതഭ്രാന്തന്മാരും ഇളകി നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്കിതുമായിട്ട് ചിലപ്പോൾ പൂശാൻ ഒത്തൊന്നു വരികയല്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ കർത്താവും ഗുരുവും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല അവസരമാ. ആരോടും ചോദിക്കാതെ ആ സുഗന്ധ പരിമള തൈലം കർത്താവിൻ്റെ തൃപ്പാദത്തിൽ പൂശി ഇന്ന് രാത്രി നിനക്ക് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി രക്ഷാ ദിവസമാ. ഇത് സുപ്രധാന കാലമാ. എൻ്റെ സ്നേഹിത സുഹൃത്തെ, മാറ
മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാര്, ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്. നിന്റെ മതം നിന്നെ രക്ഷിക്കത്തില്ല, കുടുംബം നിന്നെ രക്ഷിക്കത്തില്ല, ചാർച്ചക്കാർ രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ കഴിവുള്ളവൻ യേശുവാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒക്കൂ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എല്ലാവരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങണം. നിമജ്ഞനം, മുഴുകല, അതാ ശരിയായ സ്നാനം. നിന്നെ കളിപ്പിച്ച് നിർത്തിയിരിക്കുക. നീ വെള്ളത്തിൽ മുങ്ങണം, അതാ ശരി. ഇത് പെന്തിക്കോസുകാരുണ്ടാക്കിയ ഉപദേശമല്ല, വേറെ പുസ്തകത്തിൻ്റെ ഉപദേശമാണ്. നീ വേറെ പുസ്തകം വായിക്കേ. ചുമ്മാ കൈക്കറിയ കാണിച്ചോണ്ട് നീ നിൽക്കാതെ പുസ്തകം വായിക്കേ. ഇത് വേറെ പുസ്തകത്തിൽ ഉപദേശം. ആ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, അഭിഷേകം പ്രാപിക്കണം. നിന്നെന്നൊക്കെ ചിലർ പറയുന്നു. ഞാൻ തർക്കിക്കാനില്ല, എൻ്റെ പൊന്ന് ഉപയോഗിച്ചാ നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് നിന്നിട്ടില്ല, തർക്കിക്കാൻ ഞാനില്ല. ഞാൻ തർക്കത്തിനുമില്ല, ഉടക്കുണ്ടാക്കാനുമില്ല, ഖണ്ഡനത്തിനുമില്ല, വാദത്തിനുമില്ല. ഇങ്ങോട്ട് വന്നപ്പോഴും വണ്ടിക്കകത്തിരുന്ന് ലിസിയാമ്മ ചോദിച്ചു, മുൻനിർണയം എന്നാൽ എന്താണ്? പിന്നെ എന്നതാ മുൻനിർണയം? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ അറിയാവുന്നവരുണ്ട്. എനിക്ക് ഒന്നറിയാം, യേശു രക്ഷിക്കും, യേശു നിന്നെ വിടിവിക്കും. അതറിയാവുന്നവരുണ്ട്. അവരുടെയൊക്കെ ചില നന്നായിട്ട് പറയും. എനിക്കറിയാവുന്ന കാര്യമായി പറയുന്നത്, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കണം. നിന്നെന്നൊക്കെ ചിലർ പറയുന്നു. ഞാൻ എതിർക്കുന്നില്ല, അവൻ നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അന്യഭാഷ പറയുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവൻ ആത്മാവിൽ മർമ്മം സംസാരിക്കുക. അവൻ മനുഷ്യനോടല്ല ദൈവത്തോടാ പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട്. ഒരു തള്ള എന്നോട് ചോദിച്ചു, മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളോടല്ല പറഞ്ഞേ. അവര് പറയും അന്യഭാഷ മനസ്സിലാകുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞത് തള്ള നിങ്ങളോടല്ല പറഞ്ഞത്, അന്യഭാഷയിൽ സംസാരിക്കുന്ന തള്ളയോടത്രേ. അങ്ങനെയാണോ? ദൈവത്തോടാ, മനുഷ്യരോടല്ല. മനുഷ്യരോടാ തള്ള. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന്. ഇത് മനുഷ്യരോടല്ല പറയുന്നത്, ദൈവത്തോട് പറയുക. ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുക. അന്യഭാഷപരം തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. ഇന്ന് രാത്രി നീ അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ഞാൻ പെന്തിക്കോസുകാരുടെ ഒരു കാര്യം പറയാം. പെന്തിക്കോസ് ആരാധന തീയുടെ ആരാധനയാ. എടാ, നീ അഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൽ മുഴങ്കാലും മേലിരുന്ന് അങ്ങോട്ട് ആത്മാവിൽ നിറഞ്ഞാൽ, എൻ്റെ ഭാഷ പറയാ, സകല കെട്ടും പൊട്ടും. എത്രയെത്ര ഭൂതങ്ങൾ വിട്ടുമാറിയിരിക്കുന്നു, എത്രയെത്ര രോഗികൾ ഈ ആരാധനയിൽ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. പണ്ടത്തെ പെന്തിക്കോസ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ അനുഭവസ്ഥര. മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിക്കളഞ്ഞ കേസുകൾ പെന്തിക്കോസ് ഓളി വന്ന് ആരാധനയിൽ സൗഖ്യമായി. എഴുന്നേറ്റിട്ടുണ്ട്. അവൻ ആശുപത്രിക്കാർ തള്ളിയ കേസ്, ഡോക്ടർമാർ രക്ഷപ്പെടുത്തുന്ന എത്രയെത്ര കേസുകൾ, എത്രയെത്ര വ്യക്തികൾ ഈ തീയുടെ ആരാധനയ്ക്കകത്ത് വന്ന് വിടുതൽ പ്രാപിച്ചു. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതാ പെന്തിക്കോസ് ആത്മനിറവിൽ നൃത്തം ചെയ്ത് നീ ദൈവത്തെ ആരാധിക്കേ. രക്ഷിക്കപ്പെടണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, ആത്മസ്നാനം പ്രാപിക്കണം. നീ തിരുമേശി എടുക്കണം. ചില സഭയെ മാസത്തിലൊന്ന്, ചിലടത്ത് 2 മാസം കൂടുമ്പം. അതാണോ തപ? പണ്ട് AG ചൗമിൽ പറഞ്ഞത്, അത് സഭയല്ല, അത് നിന്റെ തപയാ. എടാ, കർത്താവിൻ്റെ പാനപാത്രവും അവിടുത്തെ തിരുരക്തവും അവിടുത്തെ തിരുശരീരം ഭുജിക്കുകയും പാനം ചെയ്യുകയും വേണം. വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായിട്ടാ. ചിലടത്ത് സെൻട്രൽ പാസ്റ്റ് വന്നാലേ അപ്പം അല്ല, മുറിക്കാൻ അറിയാൻ മേലാത്തവ മുറിക്കാതിരിക്കുന്നതാണ് നല്ലത്. പണ്ടൊരുത്തൻ അപ്പം മുറിച്ച് ചോദിച്ചു, ഇനി എന്നാ ചെയ്യണമെന്ന്. അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, തന്നെ അങ്ങ് തിന്നാൻ പറഞ്ഞു. ഒരുത്തൻ ചോദിച്ചു, സാധനം തീർന്നു എന്ന്. ആ ബോധമില്ലാത്തവൻ മുറിക്കാതിരിക്കുന്നതാ നല്ലത്. ഇത് മുറിക്കണം, ഭുജിക്കണം, പാനം ചെയ്യണം. കൂട്ടായ്മയാ. വേർപാട് പാലിക്കണം. നീ കാണുന്നിടത്തെല്ലാം ചെന്ന് തുള്ളരുത്. ഓണക്കളിക്ക് പോകാണ്ടിരിക്കുക. സെറ്റ് സാരി എടുത്തോണ്ട് തിരുവാതിര, തായേ ദേവി, ശാരദയെ ഓണക്കളിക്കിരിക്കുക. നിന്റെ അടിച്ചില്ല തൈ വളക്കും പെന്തിക്കോസുകാരി. ഈ ഉമ്മ കാണുന്നിടത്തെല്ലാം തുള്ളാൻ നടക്കുക. അമ്മാമ്മ പക്ഷെ തുമ്പി തുള്ളണേ. നമുക്കിവിടെ തുള്ളലുണ്ടല്ലോ, പിന്നെന്തിനാ അവിടെ പോയി തുമ്പ പറയും, എന്നാ തുമ്പി തുള്ളാത്ത തുമ്പി. എടേ, ഇവിടെ ഉണ്ടല്ലോ തുള്ളല്. ഓണക്കളിക്ക് പെന്തിക്കോസുകാർ പോകരുത്. ഞാൻ പെന്തിക്കോസുകാരുടെ പറയാനേ. നീ ആഘോഷത്തിനൊന്നും പോകരുത്, മേളാങ്കിക്കാൻ പോകരുത്. എൻ്റെ അമ്മ പറയടാ, ചെണ്ടപ്പുറത്ത് കോലെടുത്തെല്ലാം പോകരുതുണ്ട്. നീ വേർപാട് പഠിക്കണം. ഇത് വേർപാടിൻ്റെ ഉപദേശമാ. സകല കേസിനകത്ത് നീ ഒന്ന് തലയിടുക. ഓണക്കളിക്കും പോയി, കബഡി കളിക്കാനും പോയി,
വേർപാടുമില്ല. എടാ ഞായറാഴ്ച 10 തള്ളിക്കൊണ്ട് വരുമ്പോൾ വരിക ഹോളിലോട്ട് കസാര. എന്തിനാടാ ഇങ്ങനെ വരുന്നത്? വേർപാട് പാലിക്കണം ദൈവമക്കൾ, വേർപാട് പാലിക്കണം. നീ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കരുത്, വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കരുത്. സപ്തതിയും ഷഷ്ടിയും 60 വെടിവതും നിന്റെ 60. ഇപ്പൊ എല്ലാവർക്കും എടാ ഇവിടെ അല്ല പ്രതിഫലം, പ്രതിഫലം അവിടെ. ഇവിടെ ഒരു പൊന്നാടം വേണ്ട, ഒരാടം വേണ്ട. നീ കർക്കശമായി വേർപാട് പാലിക്കേ. അവിടെ ചെല്ലുമ്പോഴാണ് നിനക്ക് പ്രതിഫലം തരുന്നത്. ദൈവത്തിന് മഹത്വം. വേർപാട് കർക്കശമായി എല്ലാത്തിനും ചെന്ന് തലയിടരുത്. ദൈവമക്കൾ വേർപാട് ആചരിക്കണം, കൂട്ടായ്മ ആചരിക്കണം. സ്തോത്രം. പ്രാർത്ഥനയിൽ പോരാടണം. ഇതാ പുതിയ നിയമത്തിന്റെ ഉപദേശം. ഈ ഉപദേശത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ കടന്നുപോയ യേശു തിരിച്ചു വരാൻ പോവുക. ആരെ ചേർക്കാൻ? തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ നമ്മുടെ പ്രത്യാശ, അതാ നമ്മുടെ പ്രത്യാശ. എന്തോ 10 ആയോ? 10 ആകാൻ 5 മിനിറ്റോടെ 10 മിനിറ്റോടെ നിർത്തുക. എന്നാ എന്റെ ബൈബിളും പിടിച്ചു, കണ്ണാടിയും പിടി. മതി മതി, വേണ്ട വേണ്ട, മതി. 10 ആയി. ഗുണമാകാനാണ് ഇതൊക്കെ മതി. ഇന്ന് രാത്രി നീ വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിലൊരുങ്ങണം. ഉയർത്തെഴുന്നേറ്റ് യേശു അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ബഥാന്യയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തവൻ സ്വർഗത്തിലേക്ക് പോയി. ദൂതന്മാര് പറയുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങൾ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരാൻ പോവാ. തിരിച്ചു വരുന്ന എല്ലാവരെയും ചേർക്കാനല്ല, വിശുദ്ധന്മാരെ ചേർക്കാൻ. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമാ തനിക്ക് മുൻനിർത്തേണ്ടതിന് അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. എന്തിന്? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ. എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശു വരാറായി, യേശു വരാറായി. നീ കർത്താവിന്റെ വരവിനായി ഒരുങ്ങണം, കൈവിടപ്പെട്ടു പോകരുത്. പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാവരും ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉടമനതല പടബലബദല ശൈതൽ കമനമന. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനായിട്ട് സമയം നഷ്ടപ്പെടുത്തരുത്, സമയം നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും ദൈവത്തിന്. ഓ ദിപിക്കമന. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം, കൈയടിച്ച്. 10 മണിയായില്ല, 10 എന്നോട് പറഞ്ഞത്. ഇനി 5-6 മിനിറ്റ് ഉണ്ടല്ലോ. 2 ശൈലി പാട്ട് ചേർന്ന് കൈയടിച്ച് പാട്. എല്ലാവരും കൈയടിച്ച് പാടണം, ചേർന്ന് പാടണം. കൃത്യം 10 ആകുമ്പോൾ ആശീർവാദം പറയും. ആശീർവാദം പറഞ്ഞേച്ച് എന്തെങ്കിലും അനൗൺസ് ചെയ്താൽ മതി. അപ്പോൾ ആശീർവാദം നടക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഇത് 2 ശൈലി പാട്ട് പാടി ചേർന്ന് കൈയടിച്ച്. ഈ കയ്യെ ഇതിനു വേണ്ടി മാത്രമുള്ളതല്ല, പാട്ട് പാടുമ്പോൾ അടിക്കാനുള്ളതാണ്. ഇതിനു വേണ്ടി മാത്രമല്ല, ആകാശണ്ണാൻ അതിനു വേണ്ടി മാത്രമുള്ളതല്ല, ഇതിനു വേണ്ടി മാത്രമുള്ളതല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താനും കൂടാ. അപ്പം ഇതെല്ലാം നടക്കണം. കൈയടിച്ച് പാടി നമുക്ക് ദൈവത്തെ നാളെ അടിക്കാൻ പറ്റുമെന്ന് ആരറിഞ്ഞേ? എടാ നിൽക്കുന്ന നിപ്പിയിൽ ആ സ്ട്രോക്ക് ആകുന്നേ. അടിക്കാതിരുന്ന പുള്ളി ഇങ്ങനെ പോകുന്ന കണ്ടതാ. ആർക്കും വരാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ. വന്നവരെ വിടുവിക്കട്ടെ. ആർക്ക് നാളെ എന്ത് വരുമെന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് ഇന്ന് രാത്രി സുപ്രധാന കാലമാ, ഇത് രക്ഷാദിവസമാ. ഇന്ന് രാത്രി പാടി ദൈവത്തെ മഹത്വപ്പെടുത്ത്. സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്ക് കിടുമേ. സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്ക് കിടുമേ. നിന്റെ ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അകുസമാതെ മയക്കും നിന്നെ ഉലകമായ അഴകുസമം. മയക്കും നിന്നെ മരണമൊരു നാൾ വന്നിടുമേ. രക്ഷകനെ വരുവീ, നല്ല
സൗഖ്യമാക്കിയിട്ട് ആടുകിടരാ ഘോര കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയിട്ട് ആടുകിടരാ വരുവീൻ ഈ നല്ല സമയം യേശു വിളിച്ചിരുന്നു നല്ല സമയം ഇന്ന് രാത്രി ദേശത്തെ വിടുവിക്കട്ടെ, കുടുംബങ്ങളെ വിടുതല പ്രാപിക്കട്ടെ, വ്യക്തികളെ വിടുതല പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. യേശുവിന്റെ നാമം ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർ, മാതാക്കൾ, പിതാക്കൾ, കുഞ്ഞുങ്ങൾ, ദേശനിവാസികൾ, ആ റോഡിലൊക്കെ ധാരാളം സഹോദരങ്ങൾ ഈ 2 മണിക്കൂറോളം നിന്ന് കേൾക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല, നിങ്ങളുടെ കുടുംബത്തിലും ദോഷം വരികയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, യേശു വരാറായി. ആരും കൈവിടപ്പെട്ടു പോകരുത്, നിത്യതയിലെത്തണം. നമ്മൾ ഒരു നിമിഷം കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒക്കുന്നെങ്കിൽ ആക്കം ഉണ്ടെങ്കിൽ ആ 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് അല്പസമയം കൈവീശി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെ കരവീശി. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ. ഒരിക്കലും കൂടി 2 കരം ഉയർത്തി. ഇന്നും എന്നേക്കും വേർപിരിയാ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. സൂക്ഷം 10 എല്ലാവർക്കും ഇരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ക്ഷണിച്ചതിന് നന്ദി, കേട്ടിരുന്നതിന് നന്ദി. ഓർക്കുമ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു.